بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ, നാദാ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ. ഉച്ചക്കലത്തെ ചർച്ച ആരംഭിക്കുകയാണ്. ഖുർആന്റെ ദൈവികത എന്ന വിഷയത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിക്കാൻ ശ്രീ അക്ബറെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ദൈവികതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരിൽ അന്തിമനായി കടന്നുവന്ന, ലോകത്തിന് മുഴുവനുമുള്ള സന്ദേശങ്ങളുമായി കടന്നുവന്ന, അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് മുഴുവനും മാർഗദർശനം നൽകുന്നതിന് വേണ്ടി മുൻപുള്ള പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ പൂർത്തീകരണവുമായി കടന്നുവന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ വ്യത്യസ്ത അവസരങ്ങളിൽ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവതരിപ്പിച്ച് ലഭിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ക്രോഡീകരിക്കുകയും പൂർത്തീകരിക്കുകയും എല്ലാം ചെയ്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്ന പദത്തിന് തന്നെ അർത്ഥം വായിക്കപ്പെടുന്നത് എന്നാണ്.
114 അധ്യായങ്ങളിലായി നീണ്ടുകിടക്കുന്ന പരിശുദ്ധ ഖുർആൻ ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ്. ഖുർആനിൻ ദൈവികമാണ് എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഈ അവസരത്തിൽ നൽകേണ്ടത്. ഒന്നാമതായി, പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്നു. ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥവും സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഖുർആനാകട്ടെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന കാര്യമാണത്. ഖുർആനിലെ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറായിലെ 192-ാമത്തെ വചനം, ഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്ത് സജദയിലെ 1-2 വചനങ്ങൾ, അലിഫ് ലാം മീം തൻസീലൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാനിലെ 1-2 വചനങ്ങൾ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഇങ്ങനെ നിരവധി വചനങ്ങളിൽ ഖുർആൻ സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്നു. രണ്ടാമതായി, അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ അവതരണത്തിനനുസരിച്ച് എവിടെയൊക്കെയാണ് ഇന്ന ആയത്തുകൾ, ഇന്ന സൂറത്തുകൾ, ആയത്ത് എന്ന് പറഞ്ഞാൽ വചനമാണ്, സൂറത്ത് എന്ന് പറഞ്ഞാൽ അധ്യായമാണ്, ഇന്ന ആയത്തുകൾ ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത് എന്ന് പ്രവാചകൻ തന്നെ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് പ്രവാചകന്റെ ശിഷ്യന്മാർ കാണാതെ പഠിക്കുകയും അതനുസരിച്ച് കൊണ്ട് തന്നെ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ചിലർ എഴുതി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്ത ഖുർആൻ പ്രവാചകന്റെ മരണത്തോടുകൂടി തന്നെ പൂർണ്ണമായ രൂപത്തിൽ മനുഷ്യ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കപ്പെടുകയും അത് അന്നു മുതൽക്ക് ഇന്ന് വരെ വാമൊഴിയായി പകർത്തപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ്. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിൽ നിന്നൊരൽപ്പം പോലും വ്യത്യാസമില്ലാതെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏക വേദഗ്രന്ഥമാണ്. ഇത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ സൂക്ഷിക്കുമെന്നത് സർവേശ്വരനായ തമ്പുരാന്റെ ഒരു വാഗ്ദാനമായി ഖുർആൻ തന്നെ പറയുന്നുമുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, നാം ആകുന്നു ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ദൈവം തമ്പുരാൻ കാത്തു സൂക്ഷിച്ച, മനുഷ്യരുടെ കരവിരുതുകൾ നടക്കാത്ത, അങ്ങനെ നടക്കുവാൻ ദൈവം തമ്പുരാൻ വിടുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഏക വേദഗ്രന്ഥം. മൂന്നാമതായി, പരിശുദ്ധ ഖുർആൻ തന്നെ അതിന്റെ ദൈവീകതയ്ക്കുള്ള തെളിവായി പറയുന്ന കാര്യം അതിൽ വൈരുദ്ധ്യങ്ങളില്ല എന്നതാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 82-ാമത്തെ വചനം, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും സർവശക്തനായ തമ്പുരാനിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഗ്രന്ഥം. മനുഷ്യരുടെ അറിവിന്റെ വർധനവിനനുസരിച്ച് ഓരോരുത്തരും രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുവാനുള്ള അവസരം സ്വാഭാവികമാണ്, മനുഷ്യന്റെ അറിവും കഴിവും വെച്ചുകൊണ്ട്. പക്ഷേ ഇത് സർവേശ്വരനായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്നതുകൊണ്ട് വൈരുദ്ധ്യമില്ല എന്ന് മാത്രമല്ല, വൈരുദ്ധ്യമില്ല എന്നത് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. നാലാമതായി, പരിശുദ്ധ ഖുർആൻ പഴയ നിയമ പ്രവാചകന്മാരുടെ
പ്രവചനത്തിന്റെ സത്യതയെ പരിശോധിക്കുവാൻ വേണ്ടി ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം, അഥവാ ഒരു പ്രവാചകൻ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിച്ചിട്ടത് സംഭവിച്ചാൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിൽ വരാനിരിക്കുന്ന പല കാര്യങ്ങളെയും കുറിച്ചുള്ള പ്രവചനങ്ങൾ കാണാൻ കഴിയും. പല കാര്യങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചവ, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നവ എന്നിവ തുടങ്ങിയ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ നമ്മൾ എടുത്താൽ മതിയല്ലോ. നേരത്തെ പറഞ്ഞ വചനം തന്നെ ഒരു പ്രവചനമാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്ന ഈ ഉത്ബോധനം അവതരിപ്പിച്ചത് അതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇന്ന് വരെ അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ ഒരു കളങ്കവുമില്ലാതെ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നടന്ന ഒരു പ്രവചനമാണ് നമ്മൾ വായിക്കുക. റോമക്കാരുടെ പരാജയം, AD 615 നടന്ന റോമ പരാജയം. ആ പരാജയത്തോടനുബന്ധിച്ചുള്ള സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലിഫ് ലാം മീം ഉലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഉലബിഹിം സയഅലിബൂൻ ഫീ ബിൽഇ സിനീൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പരാജയപ്പെട്ട റോമാക്കാർ വീണ്ടും വിജയിക്കുക തന്നെ ചെയ്യും. ആ ദിവസത്തിൽ സത്യവിശ്വാസികൾ സന്തോഷഭരിതരാവുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ AD 622 ആയപ്പോഴേക്ക് റോമക്കാർ അത്ഭുതകരമായ രീതിയിൽ, ഇബ്ബൺ അങ്ങനെയാണ് പറയുന്നത്, അത്ഭുതകരമായ രീതിയിൽ റോമ പേർഷ്യയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും പേർഷ്യയുടെ ഏറ്റവും സമുന്നതമായ സ്ഥാനങ്ങളിലേക്ക് റോമാ പട്ടാളം AD 624 ആയപ്പോഴേക്ക് കടന്നു ചെല്ലുകയും ആ ദിവസം സത്യവിശ്വാസികൾ ഏറ്റവും അധികം സന്തോഷിച്ച ബദർ ദിനമുണ്ടാവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. പ്രവചനങ്ങളുടെ പൂർത്തീകരണം. പരിശുദ്ധ ഖുർആൻ പ്രവചിച്ച ഒരു പ്രവചനമെങ്കിലും തെറ്റിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 5-ാമതായി പരിശുദ്ധ ഖുർആൻ ദൈവികത വിശ്വസിക്കുവാനുള്ള കാരണം, അതിൽ ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ യാതൊരു വിധത്തിലുമുള്ള ചരിത്രത്തിന്റെ അളവുകോലുകൾ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ ഒരബദ്ധവും നമുക്ക് കാണാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന ചരിത്രം പൂർണ്ണമായും സത്യസന്ധമാണ് എന്ന് തന്നെയാണ് ഉത്ഖനന ഗവേഷണങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഫറോവയുടെ വിഷയം തന്നെ എടുത്താൽ കാണാൻ കഴിയും. ഫറോവയെ അബ്രഹാമിന്റെ കാലഘട്ടത്തിലെയും യോസഫിന്റെ കാലഘട്ടത്തിലെയും ഈജിപ്തിലെ രാജാക്കന്മാരെ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം ഫറോവമാർ എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ മാത്രമേ ഫിർഔൻ എന്ന് വിളിക്കുന്നുള്ളൂ. നമുക്ക് കാണാൻ കഴിയും 18-ാം രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് ഫറോവ എന്ന അഭിസംബോധന രീതി നിലനിന്നത് എന്ന് ഈജിപ്റ്റോളജിയിൽ നടന്ന പുതിയ ഗവേഷണങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നു. അപ്പോ പരിശുദ്ധ ഖുർആൻ ആകട്ടെ അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ കുറിച്ച് ഏറെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഫിർഔൻ എന്ന് വിളിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അവിടെയും ഫിർഔൻ എന്ന അഭിസംബോധന കാണാൻ കഴിയില്ല. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഫിർഔൻ എന്ന് ആവർത്തിച്ച് പറയുന്നു. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ ബൈബിളിൽ നിന്ന് കടമെടുത്ത് എഴുതിയതാണ് എന്ന മിഷനറിമാരുടെ വാദവും ഇവിടെ പൊളിയുകയാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ ബൈബിളിൽ നിന്ന് കടമെടുത്ത് എഴുതിയതായിരുന്നുവെങ്കിൽ ബൈബിളിൽ കണ്ട ഈ അബദ്ധം ഖുർആനിലും വരേണ്ടതായിരുന്നു. പക്ഷേ സർവേശ്വരനായ തമ്പുരാന്റെ ഇടത്തു നിന്നുള്ളതായതുകൊണ്ട് തന്നെ എന്നാണ് ഫിർഔൻ എന്ന പേര് വിളിക്കാൻ ആരംഭിച്ചത് എന്ന് കൃത്യമായി അറിയുന്ന പടച്ച തമ്പുരാന്റെ അടുത്തു നിന്നുള്ളതായതുകൊണ്ട് അത്തരം അബദ്ധങ്ങളുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധ്യമല്ല. 6-ാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, അക്കാലഘട്ടത്തിൽ നിലനിന്ന അന്ധവിശ്വാസങ്ങളുടെ ഒന്നും സ്വാധീനം ഖുർആനിൽ കാണാൻ സാധ്യമല്ല എന്നാണ്. ഖുർആന്റെ അവതരണ കാലഘട്ടം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അന്ന് നിലനിന്നിരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഗർഭാശയത്തിൽ കുഞ്ഞു രൂപം കൊള്ളുന്നത് അക്കാലഘട്ടത്തിൽ അന്ന് നിലനിന്നിരുന്ന, അതിന്റെ മുൻപെല്ലാം ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ പ്രകാരം, അരിസ്റ്റോട്ടലിന്റേതായിരുന്നാലും ഗാലന്റേതായിരുന്നാലും എല്ലാമുള്ള വിശ്വാസങ്ങൾ പ്രകാരം ഈ സ്ത്രീയുടെ ആർത്തവരക്തം അത് പുരുഷബീജവുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്നും അതേപോലെ തന്നെ പുരുഷബീജം ഒറ്റയ്ക്ക് തന്നെ അത് പുരുഷബീജം പ്രസവിക്കുമ്പോൾ ആ ബീജത്തിനകത്ത് തന്നെ ഒരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞിന് വളരാനുള്ള സ്ഥലം കൊടുക്കുക മാത്രമാണ്
ഗർഭാശയം ചെയ്യുന്നത് എന്നും എല്ലാമുള്ള വിശ്വാസങ്ങളായിരുന്നു അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. അതിന് ഒരുപാട് രേഖകൾ തെളിവായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ കുഞ്ഞിനെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ ഒരു അത്ഭുതകരമായി കൂടിച്ചേർന്നുണ്ടായ ബീജത്തിൽ നിന്നാണ് കുഞ്ഞിന്റെ സൃഷ്ടി എന്ന് കാണാൻ കഴിയും. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, ഖുർആനിലെ 76-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിലെ 2-ാമത്തെ വചനം. കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു. അവിടെ 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും എല്ലാം നിലനിന്ന കേവലം പുരുഷ ബീജത്തിന് മാത്രമാണ് കുഞ്ഞിന്റെ സൃഷ്ടിയിൽ പങ്ക് എന്നും എന്നാൽ സ്ത്രീ ബീജത്തിന് യാതൊരു പങ്കുമില്ല എന്നുമുള്ള ധാരണയില്ലാതാവുന്നു. മാത്രമല്ല, ഈ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് മുസ്ലിമിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഒരു യഹൂദന്റെ ചോദ്യത്തിന് ഉത്തരമായി, എന്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്? പുരുഷന്റെയും സ്ത്രീയുടെയും നുത്ഫകളിൽ നിന്ന്. യഹൂദന്റെ തിരിച്ചുള്ള ചോദ്യം, സ്ത്രീക്ക് നുത്ഫയോ? അതെ, അല്ലെങ്കിൽ സ്ത്രീയുടെ മുഖപരമായ സാദൃശ്യം എങ്ങനെയാണ് കുഞ്ഞിനുണ്ടാകുന്നത്? പ്രവാചകന്റെ തിരിച്ചുള്ള ചോദ്യമാണ്, ഖുർആന്റെ ഭാഗമല്ല, അത് പ്രവാചക വചനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അക്കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളൊന്നും പരിശുദ്ധ ഖുർആനെ സ്വാധീനിക്കുന്നത് നമ്മൾ കാണുന്നില്ല. 7-ാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർക്കുള്ള അന്ധവിശ്വാസങ്ങൾ പോലും പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നില്ല. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ ന്യൂട്ടൺ ആയിരുന്നാലും ഐൻസ്റ്റൈൻ ആയിരുന്നാലും എല്ലാം അവരെല്ലാം വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പ്രപഞ്ചം ഇതേപോലെ തന്നെയാണ് എന്നും എന്നുള്ളൊരു വിശ്വാസം. ഐൻസ്റ്റൈന്റെ രണ്ടാം ആപേക്ഷികതാ സിദ്ധാന്തത്തിലെല്ലാം ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന് എതിരെയുള്ള ചില ഭാഗങ്ങളുണ്ടെങ്കിലും പ്രപഞ്ചം സ്റ്റാറ്റിക്കാണ്, പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് എന്നുള്ള വിശ്വാസത്തിനെതിരെയുള്ള ചില ഭാഗങ്ങളുണ്ടെങ്കിലും ഐൻസ്റ്റൈൻ ആ ഭാഗം നിഷേധിക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റിനെ അദ്ദേഹത്തിന്റെ ഇക്വേഷനിൽ ചേർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഈ പ്രപഞ്ചം എന്നും ഇതേപോലെ തന്നെയാണ്, പ്രപഞ്ചത്തിനകത്ത് മാറ്റില്ല എന്നല്ല, പ്രപഞ്ചം മൊത്തത്തിൽ എന്നും ഇതേപോലെയാണെന്നുള്ള വിശ്വാസമാണ് ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർക്കുള്ളത്. എന്നാൽ 1929 ഖഗോളശാസ്ത്ര രംഗത്ത്, കോസ്മോളജിയുടെ രംഗത്ത് വലിയൊരു വിപ്ലവം, ഒരു ആറ്റം ബോംബിന്റെ സ്ഫോടനം ഉണ്ടാക്കിക്കൊണ്ടാണ് എഡ്വിൻ പി ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ രംഗത്ത് വരുന്നത്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീടുള്ള ഗവേഷണങ്ങളെല്ലാം പ്രപഞ്ച വികാസ തത്വം അംഗീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് പ്രപഞ്ചം അനുനിമിഷം മാറ്റത്തിന് വിധേയമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പ്രപഞ്ച സിദ്ധാന്തങ്ങളെല്ലാം നിലനിൽക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ഖുർആനിലെവിടെയും പ്രപഞ്ചം മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് എന്നില്ല എന്ന് മാത്രവുമല്ല, പ്രപഞ്ച വികാസം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂചിപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നു. ഖുർആൻ 51-ാമത്തെ അധ്യായം 47-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന വസ്സമാഅ ബനൈനാഹ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, നാം ആകുന്നു നമ്മുടെ കരങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ, ആകാശലോകങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, നാം തന്നെ അതിനെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച വികാസ തത്വം ഒരു ശാസ്ത്ര തത്വം എന്നുള്ള നിലക്കല്ല, പടച്ചതമ്പുരാന്റെ പ്രവർത്തനത്തിന്റെ ഭാഗം എന്നുള്ള നിലക്ക് പറയുമ്പോഴും പരിശുദ്ധ ഖുർആൻ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർക്കുള്ള അന്ധവിശ്വാസങ്ങളെപ്പോലും മറികടക്കുന്നത് നമ്മൾ കാണുന്നു. ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ 9-ാമത്തെ സവിശേഷത, പരിശുദ്ധ ഖുർആൻ അത് ഭാഷാ പ്രയോഗങ്ങളിൽ പോലും വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഭാഷാ പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. ഉദാഹരണത്തിന്, അറബി ഭാഷയെക്കുറിച്ച്, പ്രത്യേകിച്ച് സെമിറ്റ് ഭാഷകളെക്കുറിച്ചെല്ലാം അറിയുന്നവർക്കറിയാം, ഭാഷയിലെ ക്രിയാധാതുവിന് തന്നെ പുല്ലിംഗവും ക്രിയക്ക് തന്നെ പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ടാകും. സ്ത്രീ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറയുന്നത് വേറെയായിരിക്കും, പുരുഷൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയുന്നത് വേറെയായിരിക്കും. സ്ത്രീയോട് ഇരിക്കാൻ പറയുമ്പോൾ ആ കൽപ്പനയാവില്ല പുരുഷനോട് ഇരിക്കാൻ പറയുമ്പോഴുള്ള കൽപ്പന. ക്രിയയിൽ നിന്ന് തന്നെ ആരാണ് കർത്താവ് എന്ന് മനസ്സിലാകുമെന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പരാമർശങ്ങളിൽ ഈ കൃത്യത നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, തേനീച്ചയുമായി ബന്ധപ്പെട്ട ഖുർആനിലൊരു 16-ാമത്തെ അധ്യായം തന്നെയുണ്ട്. തേനീച്ച എന്നാണ് അധ്യായത്തിന്റെ പേര് തന്നെ, സൂറത്തുൻ നഹൽ 16-ാമത്തെ അധ്യായത്തിലെ 68-69 വചനങ്ങളിൽ തേനീച്ചക്ക് പടച്ചതമ്പുരാൻ നൽകുന്ന ബോധനത്തെക്കുറിച്ചാണ് സംസാരം. ഖുർആൻ പറയുകയാണ്, പടച്ചതമ്പുരാൻ തേനീച്ചക്ക് ബോധനം നൽകിയിരിക്കുന്നു.
കൂടുകൾ കെട്ടിയുണ്ടാക്കാൻ, അതേപോലെ തന്നെ തേനുകളുടെ ഉൽപാദനത്തിന്, അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്ക്, ഇതെല്ലാം തന്നെ തേനീച്ചക്ക് പടച്ചതമ്പുരാൻ നൽകുന്ന ബോധനമായി ഒരു അന്തഃശോധനയായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇവിടെ പടച്ചതമ്പുരാൻ പറയുന്നതായി പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഫസ്ലുക്കി, കുലി എന്ന് തുടങ്ങിയ ക്രിയകളാണ്. ഫസ്ലുക്കി എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ഒരു സ്ത്രീയോടുള്ള കൽപ്പനക്ക് മാത്രമേ, നീ പ്രവേശിച്ചു കൊള്ളുക എന്ന സ്ത്രീയോടുള്ള കൽപ്പനക്ക് മാത്രമേ ഫസ്ലുക്കി എന്ന് പറയൂ. അതേപോലെ തന്നെ കുലി, നീ ഭക്ഷിക്കുക എന്ന സ്ത്രീയോടുള്ള കൽപ്പനയാണ്. കുൽ എന്നാണ് പുരുഷനോട് പറയുക. അപ്പോ സ്ത്രീ തേനീച്ച, പെൺതേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത് എന്നോ, തേനീച്ചയാണ് തേൻ ഭക്ഷിക്കുകയും തേന് വന്നുകൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്നോ ഉള്ള വിവരങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ യാതൊരു സാധ്യതയുമില്ല. 18-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് തേനീച്ചകളുടെ ഇത്തരത്തിലുള്ള വർഗ വിഭജനത്തെക്കുറിച്ച് എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനം നടന്നത്. ഈ അടുത്താണ് വോൺ ഫ്രിഷ് എന്ന ശാസ്ത്രജ്ഞന് തേനീച്ചകളെ കുറിച്ചുള്ള പഠനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്. പറയുന്നത് പക്ഷേ പരിശുദ്ധ ഖുർആൻ ആ ഭാഷാ പ്രയോഗങ്ങളിൽ പോലും കൃത്യത പുലർത്തുന്നു എന്നുള്ളതാണ്. 10-ാമതായി പരിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ പറയുമ്പോൾ, ഓരോ വിഷയങ്ങൾ പറയുന്ന സമയത്ത് ചില എണ്ണങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. ആ എണ്ണങ്ങൾ നമ്മുടെ പരിശോധനയിൽ വളരെ കൃത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഒരു വസ്തുത. പരിശുദ്ധ ഖുർആന്റെ സവിശേഷതകളിലൊന്ന്. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ ഗർഭാശയത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനത്തിൽ, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ. അവരുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി സൃഷ്ടിച്ചത് അവനാണ്. 3 തരം അന്ധകാരങ്ങൾക്കുള്ളിലായി, ഇരുട്ടുകൾക്കുള്ളിലായി, ഗർഭാശയമാകുന്ന അന്ധകാരത്തിന്റെ ഉള്ളിൽ 3 തരം ഇരുട്ടുകൾ. ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. 3 തരം ഇരുട്ടുകൾ. നമുക്കറിയാം, ഗർഭാശയം കുഞ്ഞിന് ഇരുട്ട് പ്രദാനം ചെയ്യുന്ന ആശയമാണ് എന്നുള്ളത് മാത്രമല്ല, 3 പാളികളാണ് ഗർഭാശയത്തിനുള്ളത് എന്ന്. ഗർഭാശയ ഭിത്തി, അതേപോലെ തന്നെ ആംനിയോൺ, കോറിയോൺ, പാട, അടിവരന്റെ ഭിത്തി തുടങ്ങിയ 3 പാളികൾ. ഈ 3 പാളികളും നൽകുന്ന ഈ ഇരുട്ട്, അന്ധകാരം, അതിനകത്താണ് കുഞ്ഞ് വികാസം പ്രാപിക്കുന്നത് എന്ന, ഭ്രൂണ പരിണാമത്തിന് വിധേയമാകുന്നത് എന്നുള്ള വസ്തുത നമുക്കറിയാം. അപ്പോൾ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ ഈ പദങ്ങൾ പ്രയോഗിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ സവിശേഷതകളിൽ 10-ാമത്തെ കാര്യം പറഞ്ഞത് എണ്ണങ്ങൾ പോലും വളരെ കൃത്യമായി പ്രയോഗിക്കുന്നു എന്നതാണ്. 11-ാമതായി പരിശുദ്ധ ഖുർആൻ പദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മാപ്റ്റ് ആയിട്ടുള്ള പദങ്ങൾ ഓരോ കാര്യത്തിനും നൽകുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖുർആനിലെ 96-ാമത്തെ അധ്യായം 1-2 വചനങ്ങളാണ്. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക, അവൻ മനുഷ്യനെ അലഖിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അലഖ് എന്ന അറബി പദത്തിനർത്ഥം അള്ളിപ്പിടിക്കുന്നത്, പറ്റിപ്പിടിക്കുന്നത് എന്നാണ്. അള്ളിപ്പിടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അട്ടക്ക് അലഖ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ അട്ട പറ്റിപ്പിടിച്ചുകൊണ്ട് ഒരു രക്തത്തുള്ളിയായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് അങ്ങനെ പറ്റിക്കിടക്കുന്ന രക്തത്തുള്ളിയെക്കുറിച്ചും അലഖ് എന്ന് പറയാറുണ്ട്. അലഖ് എന്ന പദത്തിന് നേരെയുള്ള അർത്ഥം അള്ളിപ്പിടിക്കുന്നത് എന്നാണ്. ഗർഭാശയത്തിലെ കുഞ്ഞിന്റെ വളർച്ചയുടെ പ്രാഥമിക ഘട്ടം പരിശോധിച്ചാൽ ഈ 3 അർത്ഥങ്ങളെയും ഒരേപോലെ പരിഗണിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതാണ് ആ ഘട്ടമെന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളിപ്പിടിച്ചുകൊണ്ടാണ് കുഞ്ഞ് വളരുന്നത്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീബീജവും പുരുഷബീജവും ചേർന്ന് കഴിഞ്ഞാൽ, സിക്താണ്ഡം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് വളരാൻ ആരംഭിക്കുന്നു. അതിന് അള്ളിപ്പിടിച്ച് വളരുമ്പോൾ മൈക്രോസ്കോപ്പിക്കായ അതിനെ നമ്മൾ പരിശോധിച്ചാൽ ഒരു അട്ടയുടെ രൂപമാണ്, അട്ടയെപ്പോലുള്ള രൂപമാണ് നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല ഒരു രക്തത്തുള്ളിയുടെ രൂപത്തിൽ, ആ രക്തചംക്രമണം നടക്കാത്ത രൂപത്തിൽ ഉള്ള ഒരു തലമാണ് നമ്മളവിടെ കാണുക. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പദപ്രയോഗങ്ങളിൽ വളരെ കൃത്യമായ, വളരെ ആപ്റ്റ് ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആൻ നടത്തുന്നു. 12-ാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, ഖുർആൻ അതിന്റെ ധാർമ്മിക മാർഗനിർദ്ദേശം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ വളരെ കൃത്യമായി സമർപ്പിക്കുകയും
അത് അത്യുജ്വലമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പരിശുദ്ധ ഖുർആൻ മാർഗദർശനം നൽകുന്നു. ഓരോ വിഷയങ്ങളിലേക്കും, അത് വിശ്വാസമാകട്ടെ, കർമ്മമാകട്ടെ, സ്വഭാവമാകട്ടെ, ജീവിതത്തിന്റെ മറ്റ് രംഗങ്ങളിലുള്ള കുടുംബജീവിതമോ സാമ്പത്തിക ജീവിതമോ ലൈംഗിക ജീവിതമോ രാഷ്ട്രീയ ജീവിതമോ എന്തു തന്നെയാകട്ടെ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും മാർഗദർശനം നൽകുകയും ആ മാർഗദർശനം അത്യുജ്വലമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആന്റെ മാർഗദർശനം ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 9-ാമത്തെ വചനമാണ്. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ മനുഷ്യരെ വഴി നടത്തുന്നു. ഏറ്റവും ചൊവ്വായ മാർഗം, ഖുർആനെ പഠിപ്പിക്കുവാനുള്ള മാർഗം അതാണ്. ഈ മാർഗം ജീവിതത്തിന്റെ ഏതെങ്കിലും രംഗം ഒഴിഞ്ഞു നിൽക്കുന്നില്ല. എല്ലാ രംഗത്തിലേക്കുള്ള മാർഗദർശനം. പണക്കാരനാണെങ്കിൽ പണക്കാരൻ എങ്ങനെ പെരുമാറണമെന്ന്, പാവപ്പെട്ടവനാണെങ്കിൽ അവന്, തൊഴിലാളിക്കും മുതലാളിക്കും, ഭാര്യക്കും ഭർത്താവിനും, മക്കൾക്കും പിതാവിനും എന്നു വേണ്ട ജീവിതത്തിന്റെ ഓരോ രംഗത്തേക്കുമുള്ള മാർഗദർശനം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നൽകുന്നു എന്നുള്ളതാണ്. 13-ാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യമായ അറിവ് നൽകുകയും മരണാനന്തര ജീവിതത്തിലെ രക്ഷയ്ക്കെന്ത് മാർഗമുണ്ട് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഖുർആനിലെ 1/3 ഭാഗം മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. മറ്റൊരു ഗ്രന്ഥത്തിലും, ഇന്ന് വേദഗ്രന്ഥങ്ങളായി നിലനിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥത്തിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇത്ര വിശദീകരിച്ചുള്ള പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആനിന്റെ 1/3 ഭാഗം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വളരെ വിശദീകരിക്കുന്നുണ്ട്. ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കുക മാത്രമല്ല, ആ ജീവിതത്തിൽ രക്ഷയ്ക്കെന്ത് മാർഗം. വയുബശ്ശിറുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശനം ലഭിക്കും വിശ്വസിച്ചവർ, സൽക്കർമ്മം അനുഷ്ഠിച്ചവർ. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. എന്താണ് വിശ്വാസമെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. എന്തൊക്കെയാണ് സൽക്കർമ്മങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി വഴി കാണിക്കുന്നു. മരണാനന്തര ജീവിതത്തിലെ രക്ഷ, ശിക്ഷകളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഖുർആൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സ്ഥാനവുമില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായൊരു ചിത്രം ഖുർആൻ നൽകുന്നു. അതിലെ രക്ഷാശിക്ഷകളെ വളരെ കൃത്യമായി സംസാരിക്കുകയും ആ രക്ഷയുടെ മാർഗം വ്യക്തമായി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 14-ാമതായി പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് ഖുർആൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നു. ഖുർആനിൽ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായമെങ്കിലും കൊണ്ടുവരാൻ. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളിൽ നമ്മളത് വായിക്കുന്നു. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ ഫഇൻ ലം തഫ്അലൂ വലൻ തഫ്അലൂ ഫത്തഖുൻ നാറല്ലതീ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദത് ലിൽ കാഫിരീൻ. ഈ നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടെങ്കിൽ അവർ ഈ വേദഗ്രന്ഥത്തിലെ അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരട്ടെ. അവരൊരാൾ വേണ്ട, ഒരുപാട് ആളുകൾ വേണ്ട. ദൈവമൊഴിച്ചുള്ള, സ്രഷ്ടാവായ തമ്പുരാനൊഴിച്ചുള്ള മുഴുവൻ ആളുകളെയും, മുഴുവൻ മനുഷ്യരെയും, അല്ല മനുഷ്യരല്ലാത്ത വല്ല സഹായികളും അവർക്കുണ്ടെങ്കിൽ അവരെയും എല്ലാവരെയും വിളിച്ചുകൊള്ളട്ടെ. പക്ഷേ അവർ സത്യം പറയുന്നവരാണെങ്കിൽ, നമ്മുടെ ഖുർആൻ പറയാണ് ഫൈലൻ തഫ്അലു, അവർക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ വലൻ തഫ്അലു, ഇല്ല കേട്ടോ, അവർക്കതിന് സാധ്യമല്ല. ഫത്തഖുന്നാറല്ലതീ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, എന്നിട്ടും അവർ നിഷേധിക്കുവാനാണ് ഒരുക്കമെങ്കിൽ അവർ കല്ലുകളെയും മനുഷ്യരെയും കത്തിക്കുന്ന നരകാഗ്നിയെക്കുറിച്ച് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോ ഈ ഖുർആനിൽ ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ എന്നുള്ള നിലക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാൻ കഴിയില്ല. ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. കാരണം എന്താ വെച്ചാൽ അതിൽ ഭാഷയിലും അറബി സാഹിത്യവുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും തീർച്ചയായും. പക്ഷേ അറബി സാഹിത്യത്തിലെ രാജാക്കന്മാരായ ആളുകളുടെ മുന്നിലേക്കാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അറബി സാഹിത്യത്തിലെ തമ്പുരാക്കന്മാരുടെ മുന്നിലാണ്. ആ അറബി സാഹിത്യ തമ്പുരാക്കന്മാരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ സ്വയം പ്രഖ്യാപിച്ച് ഇതിലെ ഒരു അധ്യായത്തിന് തുല്യമായ അധ്യായം കൊണ്ടുവരാനുള്ള ഖുർആന്റെ വെല്ലുവിളി കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. ആ വെല്ലുവിളിക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ സാധ്യമല്ല. പലപ്പോഴും പലരും പല എഴുതിയുണ്ടാക്കിയത് ഖുർആനെ തുല്യപാട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ
അതെല്ലാം തന്നെ ഭാഷാശാസ്ത്രജ്ഞന്മാരുടെയും വിജ്ഞാനികളുടെയും മുന്നിൽ തള്ളപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് എന്നതാണ് ചരിത്രം. ഈ 14 കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ വ്യക്തിപരമായി ദൈവികമാണ് എന്ന് അംഗീകരിക്കുവാൻ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണത്തിന് വിധേയമാക്കിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട എൻ്റെ വൈയക്തികമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും തീർച്ചയായും ഖുർആനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും, സ്വന്തമായ ദൈവികവാണി എന്ന് സ്വയം ബോധ്യപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകും. ചുരുക്കത്തിൽ ഒന്നാമതായി ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഏക വേദഗ്രന്ഥം, അതേപോലെ തന്നെ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്ന വേദഗ്രന്ഥം, വൈരുദ്ധ്യങ്ങളൊന്നുമില്ലാത്ത വേദഗ്രന്ഥം, പ്രവചനങ്ങളുടെ പൂർത്തീകരണം കൊണ്ട് ശ്രദ്ധേയമായ വേദഗ്രന്ഥം, അതേപോലെ തന്നെ അക്കാലഘട്ടത്തിലെ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങളൊന്നും സ്വാധീനിച്ചിട്ടില്ലാത്ത വേദഗ്രന്ഥം, എണ്ണത്തിന്റെ കാര്യത്തിൽ പോലും കൃത്യത പുലർത്തുന്ന വേദഗ്രന്ഥം, അബദ്ധങ്ങൾ യാതൊന്നുമില്ലാത്ത വേദഗ്രന്ഥം, അതേപോലെ ഭാഷാ പ്രയോഗങ്ങളിൽ പോലും വളരെ കൃത്യത പ്രയോഗിക്കുന്ന ഗ്രന്ഥം, സാഹിത്യപരമായി നിസ്തുലമായ ഗ്രന്ഥം, അത് ഒരു അധ്യായം കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിക്കുന്ന ഗ്രന്ഥം, എണ്ണങ്ങൾ ഉദ്ധരിക്കുമ്പോൾ പോലും വളരെ കൃത്യമായി ഒരു തെറ്റും പറ്റാത്ത രൂപത്തിൽ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥം, മനുഷ്യരെ നന്മയിലൂടെ നയിക്കുന്ന ഗ്രന്ഥം, ആ നന്മയെന്ത് തിന്മയെന്ത് എന്നുള്ള വിഷയത്തിൽ കൃത്യമായി മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം, അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാട് പുലർത്തുന്ന ഗ്രന്ഥം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ദൈവികമെന്ന് അംഗീകരിക്കുകയും മരണാനന്തര ജീവിതത്തിലെ രക്ഷയ്ക്കു വേണ്ടി അന്തിമ പ്രവാചകനിലൂടെ, മുൻപുള്ള പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച സന്ദേശങ്ങളുടെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് അന്തിമ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഈ അവസാനത്തെ വേദഗ്രന്ഥത്തെ പരിശോധനാ വിധേയമാക്കണമെന്നും പഠനവിധേയമാക്കണമെന്നും, അങ്ങനെ പഠനവിധേയമാക്കുമ്പോൾ ദൈവികമാണ് ഈ ഗ്രന്ഥം എന്നുള്ള വസ്തുത പൂർണ്ണമായി ബോധ്യപ്പെടുമെന്നും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി ക്രിസ്തീയ വിഭാഗത്തിന്റെ പ്രത്യാഖ്യാനമാണ്. അതിനും 40 മിനിറ്റ് അനുവദിക്കും. ബഹുമാന്യനായ മോഡറേറ്റർ, നേരത്തെ പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞ ബഹുമാന്യനായ അക്ബർ സാഹിബ്, നിഷി ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നേരത്തെ വർഗീസ് പറഞ്ഞതിൽ നിന്നും വിഭിന്നമായിട്ട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ അത്യാവശ്യമാണോ എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചും പരസ്യമായ വേദികളിൽ മറ്റു മതങ്ങളെ വിമർശിക്കത്തക്ക വിധത്തിൽ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമുള്ളതല്ല. ഞാൻ മിസ്റ്റർ നസീറിനോട് സംസാരിച്ച കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അതൊരു ശരിയായ കാര്യമല്ലെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാലും ഇങ്ങനൊരു പ്രൈവറ്റ് വേദിയിൽ, ഒരു സ്വകാര്യ വേദിയിൽ ഇങ്ങനെ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വളരെ തുറന്നു, അതേസമയത്ത് ആരെയും എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും വിശ്വാസത്തെ ഹർട്ട് ചെയ്യണമെന്നുള്ള വിചാരത്തോടെ അല്ല ഒന്നും പറയുന്നു. വളരെ ഓപ്പണായിട്ട് ഫ്രാങ്കായിട്ടുള്ളതാണ് കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഖുർആൻ ശരിക്ക് പഠിക്കാനായിട്ട് അതും ഇടയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഖുർആന് ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. സ്വയം ദൈവിക ഗ്രന്ഥമാണെന്നാണ് ഒരു അവകാശവാദം. ഒരു എഴുത്തുകാരൻ മാത്രമുള്ള ഒരു പുസ്തകമാണ് ഖുർആൻ, അല്ലെങ്കിൽ ഒരാളിൽ കൂടെ ലഭിച്ച പുസ്തകമാണെന്ന് അവകാശപ്പെടുന്ന പുസ്തകമാണ്. ധാരാളം എഴുത്തുകാരുണ്ടായിരുന്നെങ്കിൽ ഇത് അന്യോന്യം എഴുതിയത് തമ്മിൽ ചേർന്നു പോവുകയും അതിലെ ആശയങ്ങൾ തമ്മിൽ ഐക്യരൂപ്യമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയെ തിരിച്ചറിയാമായിരുന്നു. പക്ഷെ ഇവിടെ അതിനൊന്നും മാർഗമില്ല. ഒരാൾ മാത്രം എഴുതിയിരിക്കുന്നത്, അദ്ദേഹം എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഞാൻ ഉന്നയിക്കുന്ന അവകാശവാദത്തിന് എന്ത് ഉദാഹരണമാണുള്ളത്? പണ്ട് നെഹ്റുവിന്റെ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നെഹ്റു ഒരു ഭ്രാന്താശുപത്രി സന്ദർശിച്ചപ്പോൾ ഒരാൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് നെഹ്റു പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നെഹ്റു എന്നാ പേര്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കും ഇങ്ങനെ തുടങ്ങിയത്, ഒരു 6 മാസം ഇവിടെ കിടന്നാൽ നേരെയാകുമെന്ന് പറഞ്ഞു. ഈ ഭ്രാന്തം പറയുന്നത് ഞാനും പ്രധാനമന്ത്രിയാണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതിനെന്ത് വിലയാ ഉള്ളത്? ഒരു വിലയുമില്ല. അതായത് ഒരു നൽകിയ ആള് തന്നെ അതിന്റെ ദൈവികതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെന്താ വിലയുള്ളത്? മാത്രമല്ല, ഈ ആദ്യം വെളിപ്പെട്ടു എന്ന് പറഞ്ഞ സൂറ 96 കഴിഞ്ഞപ്പോൾ
അദ്ദേഹം മനോവിഭ്രമ ലക്ഷണം കാണിച്ചിരുന്നു. അദ്ദേഹം വലിയ പേടിയിൽ അകപ്പെടുകയും പുതപ്പ് പുതച്ച് കിടക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുഖാരി 4/490, 4/400, 8 വോളിയമാണ് പറയുന്നത്, 8/89, 8/400, 7/658, 660 മുതലായ, അതുപോലെ മുസ്ലിമില് 2/1888 ഈ ഭാഗങ്ങളൊക്കെ പറയുന്നേ ഇദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. മാത്രമല്ല ഇത്ര അസന്മാർഗികനായിരുന്ന ഒരാൾ എഴുതിയ ഒരു ഗ്രന്ഥം ദൈവികമാകുമോ? അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഇങ്ങനെയുള്ള ജീവിത ചര്യകൾ ഉണ്ടായിരുന്ന, ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരാൾ എഴുതിയ പുസ്തകം, അതിന്റെ ദൈവികത്വത്തിന്റെ അവകാശവാദം നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അതുപോലെ തന്നെ ഖുർആനില് മനുഷ്യവചനങ്ങളില്ല എന്നാ പറയുന്നത്. ഇഷ്ടം പോലെ മനുഷ്യവചനങ്ങളുണ്ട്. അതിന്റെ 1-ാം അധ്യായം തന്നെ മനുഷ്യവചനമാണ്. അദ്ദേഹം ഫസ്റ്റ് പേഴ്സണില് ഞാൻ ഇതാ ഖുർആൻ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന 1-ാം അധ്യായം തന്നെ മനുഷ്യവചനമാണ്. പിന്നെ മറ്റനേക സുറകളിൽ മനുഷ്യവചനമുണ്ട്. 51, 50, 51 ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പം തീർച്ചയായിട്ടും മുഹമ്മദിന്റെ ഏകവചനത്തിലുള്ള അള്ളാഹു പറഞ്ഞു പറയിക്കുന്നതെന്ന് അവകാശപ്പെടാത്ത, മാത്രമല്ല ഏകവചനത്തിൽ താൻ തന്നെ പറയുന്ന അനേക സുറകള്, അനേക ആയത്തുകള് ഖുർആനിലുണ്ട്. മാത്രമല്ല വൈരുദ്ധ്യങ്ങളുള്ളതും ചരിത്രപരവും ശാസ്ത്രീയവും സംഖ്യാപരവുമായിട്ടുള്ള അനേക തെറ്റുകളുള്ള ഈ ഗ്രന്ഥം ദൈവികമാണോ എന്ന് അന്വേഷിക്കണം. അതിലേക്ക് പിന്നീട് വരുന്നുണ്ട്. ഞാനും അക്ബർ സാഹിബിന്റെ ഏകദേശം അതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നീട് ആ വിഷയത്തിലേക്ക് വരുന്നതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് ആരംഭത്തിൽ തന്നെ കാണുന്നതിനാൽ ഇത് മറ്റാരുടെയോ വചനമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ പറയുകയാണ്, ഞാൻ വർഗീസിന്റെ നാമത്തിലാണ് ഈ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയണമെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു പറയാന്നില്ല, ഞാൻ അള്ളാഹു ആണ് അരുളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. അതേസമയത്ത് മൂന്നാമതൊരാൾ പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ നാമത്തിൽ പറയുന്നു എന്ന് പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നാമം ഉപയോഗിക്കുന്നത് തന്നെ ഇത് വേദോ 3-ാമത്തെ പാർട്ടി വഴി ലഭിച്ചതാണെന്നുള്ളതിന്റെ തെളിവാണ്. മാത്രമല്ല 1-ാം അധ്യായം ഖുറാന്റെ ഭാഗമല്ല എന്ന് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. സൂറ 15:87 ഒരു സൂചനയുണ്ട്. അതായത് ഇത് ഖുറാൻ പ്ലസ് ആദ്യത്തെ 8 ആയത്തുകൾ എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ 1-ാം അധ്യായം തന്നെ ഖുറാന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. പക്ഷേ അത് ഇന്നും ഖുറാന്റെ ഭാഗമായിട്ടാണല്ലോ ഇരിക്കുന്നത്. പിന്നെ പ്രഥമ, മധ്യമ, ഉത്തമ പുരുഷ രൂപത്തിൽ കാണുന്ന ധാരാളം പ്രയോഗങ്ങൾ ഖുറാനിലുണ്ട്. ഞാന് മറ്റൊരാളെ കുറിച്ച് പറയുന്നത്, മൂന്നാമതൊരാളെ കുറിച്ച് പറയുന്നത്, ആ രീതിയിലുള്ള ധാരാളം പ്രയോഗങ്ങൾ ഖുറാനിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് മറ്റാരുടെയോ പ്രേരണ വഴി ലഭിച്ച ഒരു ഗ്രന്ഥമാകാനേ സാധ്യതയുള്ളൂ. ഖുറാൻ, 2-ാമത്തെ പോയിന്റിലേക്ക് വരാം. ഖുറാൻ മാറ്റമില്ലാത്ത ഒരു പുസ്തകമാണ്. അതിന് ഒരു വ്യതിയാനവും വരുന്നില്ല. നമുക്ക് ഇതെങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടെന്ന് അന്വേഷിച്ച് ഒരു അന്വേഷണം നടത്തിയാൽ അത് ശരിക്കും ബോധ്യപ്പെടും. മുഹമ്മദിന്റെ കാലത്ത് സുറകൾ മുഴുവനും രേഖപ്പെടുത്തിയിരുന്നില്ല. രേഖപ്പെടുത്തിയവ എല്ലാ തോലെ, പനമ്പട്ട, മരക്കഷ്ണം, കല്ല് എന്നിവയിലാണ് എഴുതിയത്. എഴുതിയവയും കാലക്രമത്തിലായിരുന്നില്ല ശേഖരിച്ചിരുന്നത്. വചനം ലഭിച്ച മുഹമ്മദ് നിരക്ഷരനുമായിരുന്നു എന്ന് അവകാശപ്പെടുന്നു. ഇവ ഈ കല്ലിലും പനമ്പട്ടയിലും ഒന്നും എഴുതിയ സാധനങ്ങൾ ഇന്ന് ലഭ്യവുമല്ല, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഖുറാന്റെ ആദ്യത്തെ പതിപ്പുകൾ എഴുതിയത് പനമ്പട്ടയിലും കല്ലിലും ഒക്കെയാണ്. അപ്പൊ ഒറിജിനല് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഖുറാന്റെ ഒറിജിനൽ എന്നൊരു സാധനം ഇന്നില്ല. ഇന്ന് ലഭ്യമായത് കോപ്പികൾ മാത്രമാണ്. മാത്രമല്ല ക്രോഡീകരണം നടത്തിയത് സാധാരണ മനുഷ്യരായിരുന്നു, പ്രവാചകനല്ല. അവർക്ക് വെളിപ്പാടോ പ്രവചന ശക്തിയോ പ്രവാചകന്മാരോ ഒന്നും അല്ലായിരുന്നു. അബൂബക്കറിന്റെ നിർദ്ദേശമനുസരിച്ച് സയ്യിദാണ് ക്രോഡീകരിച്ചത്. അവർക്ക് മനുഷ്യരെന്നുള്ള നിലയിൽ തെറ്റുപറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മറ്റു ചില ഗ്രന്ഥങ്ങളുണ്ട്, അതില് പ്രവാചകന്മാരായിരിക്കാം ക്രോഡീകരണം നടത്തി, അല്ലെങ്കിൽ അവരാണ് എഴുതി തന്നത്. ഇവിടെ അങ്ങനെയല്ല. പ്രവാചകന്റെ കാലത്ത് എഴുതിയത് കുറെയൊക്കെ കല്ലിലും മരത്തിലും ഒക്കെ എഴുതി വെച്ചു, എന്നാൽ മുഴുവനും എഴുതുകയും ചെയ്തില്ല. മാത്രമല്ല ഈ പിന്നീട് എഴുതിയവർക്ക് ആർക്കും പ്രവാചക ദൗത്യം ഉണ്ടായിരുന്നവരല്ല. അന്ത്യപ്രവാചന ശേഷം പിന്നെ പ്രവാചകന്മാരുണ്ടാകാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഒറിജിനലിൽ നിന്ന് എങ്ങനെയായാലും വ്യത്യസ്തമായിരിക്കും. അന്നത്തെ ഏറ്റവും നല്ല ഖുറാൻ വിദഗ്ധനെ ഒഴിവാക്കിയാണ് സയ്യിദിനെ ഏൽപ്പിച്ചത്. ഏറ്റവും വായിക്കാൻ അറിയാവുന്ന ആളിനെ ഒഴിവാക്കി മറ്റുള്ളവരെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ബുഖാരി 6:509, 510. മാത്രമല്ല അബൂബക്കറിൽ നിന്നും
ആദ്യ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പിൻഗാമി ഉമറിന്റെ കൈവശവും അദ്ദേഹത്തിന്റെ ശേഷം ഉമറിന്റെ മകളും മുഹമ്മദ് നബിയുടെ ഭാര്യയുമായ ഹഫ്സയുടെ കയ്യിലുമെത്തി. ഉസ്മാന്റെ ഏകീകരണത്തിന് ശേഷം ഉസ്മാന്റെ ഗവർണറായിരുന്ന ആള് അത് കത്തിച്ചു കളഞ്ഞു. ഹഫ്സ ആദ്യം എഴുതിയ സയ്യിദ് ഉണ്ടാക്കിയ ഗ്രന്ഥം, സയ്യിദ് ശേഖരിച്ച് ക്രോഡീകരിച്ചെടുത്ത ഗ്രന്ഥം, അതായിരുന്നു ആദ്യത്തെ കൈയെഴുത്ത് പ്രതി. ആ ആദ്യത്തെ കൈയെഴുത്ത് പ്രതി ഉസ്മാൻ മേടിച്ച് അദ്ദേഹത്തിന്റെ കോപ്പി ഉണ്ടാക്കി വെച്ച് ഹഫ്സയ്ക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഉസ്മാന്റെ ഗവർണർ തന്നെ അത് മേടിച്ച് കത്തിച്ചു കളഞ്ഞു. ഇത് നമ്മളിത് ബുഖാരി 6-ന്റെ 511, 512 ഈ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ഇത് ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതല്ല, ബുഖാരി തന്നെ പറയുന്നതാണ്. 5-ന്റെ 511, 512. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണല്ലോ. മാത്രമല്ല ഹദീസ് കർത്താക്കളിൽ ഏറ്റവും പ്രധാനിയുമാണല്ലോ. മാത്രമല്ല നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവുമാണല്ലോ. അദ്ദേഹം തന്നെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതിനാൽ രണ്ടാമതുണ്ടാക്കിയ ഖുറാന്റെ പ്രതിയും നിലവിലില്ല, രണ്ടാമത്തേതുമില്ല. അത് നശിപ്പിച്ചതിന് കാരണം ഉസ്മാന്റെ ഗ്രന്ഥം വ്യത്യസ്തമായിരുന്നതിനാലായിരിക്കണമല്ലോ. അല്ലെങ്കിൽ എന്തിനാ പഴയത് കത്തിച്ചു കളഞ്ഞത്? മാത്രമല്ല എങ്ങനെയാണ് ഒരു വിശുദ്ധ ഗ്രന്ഥമാണെന്ന് അദ്ദേഹം അതിനെ കരുതിയിരുന്നെങ്കിൽ അത് കത്തിക്കാൻ അദ്ദേഹത്തിന് തോന്നിയത്? അങ്ങനെ പറ്റുമോ? ഒരു പക്ഷെങ്കില് ഉസ്മാന്റെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടായിരിക്കണം എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് കൊള്ളാവുന്ന രീതിയിൽ എഴുതിയ ഗ്രന്ഥം മതി. മറ്റേ പഴയ ഗ്രന്ഥമാണെങ്കിൽ അത് അസൗകര്യം ഉണ്ടാക്കും. അതിനുവേണ്ടി ആയിരിക്കണമല്ലോ കോപ്പികൾ കത്തിച്ചു കളഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഖുറാന്റെ ഒരക്ഷരം പോലും കത്തിക്കലെന്ന് എനിക്കറിയാം. മുസ്ലിംസിന് ഖുറാനോടുള്ള ബഹുമാനത്തെക്കുറിച്ച് എനിക്കറിയാം. അപ്പൊ ഈ ഉസ്മാന് അല്ലെങ്കിൽ ഉസ്മാന്റെ ഗവർണർക്ക് ഇതെങ്ങനെ കത്തിച്ചു കളയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ചിന്ത തന്നെയാണ്. അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തിയാൽ മതി. ഇനിയും ഉസ്മാന്റെ രണ്ടാമത്തെ ക്രോഡീകരണം AD 646, 656 രണ്ടാമത്തെ പ്രതി ഉണ്ടാക്കിയത് AD 650 മുൻ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രന്ഥം വന്നതോടെ മറ്റു കോപ്പികൾ നശിപ്പിക്കുകയും ചെയ്തു. ലോകത്തുള്ള ബാക്കി കോപ്പികളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഉസ്മാന്റെ ഖുറാൻ 7 തരത്തിൽ വായിക്കാവുന്നതാണ്. ഹർഫ് ശൈലി എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. ചില ഹർഫ് വായിച്ചവരോട് ഉമർ ദേഷ്യപ്പെട്ടത് അർത്ഥവ്യത്യാസം കൊണ്ടായിരിക്കണമല്ലോ. ഉമർ ഇത് വായിച്ച ബുഖാരി 6-ന്റെ 9-ന്റെ 69, 6-ന്റെ 514 ഉസ്മാന്റെ ക്രോഡീകരണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടായിരുന്നു. അറബികളുടെ ചരിത്രം എന്ന ശ്രീ ജമാൽ മുഹമ്മദ് എഴുതിയതിൽ അദ്ദേഹം അങ്ങനെയാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വ്യത്യസ്തമായ ഒരു കോപ്പി എഴുതിയിട്ട് വേറൊരു രീതിയിൽ വായിക്കുമ്പോൾ എതിർക്കേണ്ട ആവശ്യമില്ല. ഹഫ്സയുടെ കോപ്പിയിൽ ഇല്ലാതിരുന്ന ഒരു സുറ ഉസ്മാൻ ഉൾപ്പെടുത്തിയിരുന്നു അത്രേ. ബുഖാരി 2807 CNN മൗലവി എഴുതിയതിനകത്ത് ഉണ്ട്. സുറ 33:22 അത് ഹഫ്സയുടെ കോപ്പിയിൽ ഇല്ലായിരുന്നു. നശിപ്പിച്ചു കളഞ്ഞ കത്തിച്ചു കളഞ്ഞ ഹഫ്സയുടെ കോപ്പിയിൽ ഇല്ലായിരുന്നു. അതേസമയം ഉസ്മാന് അത് ആഡ് ചെയ്തു. ഇപ്പം ഖുറാനിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. വ്യത്യാസമൊന്നുമില്ല, അത് അതുപോലെ ഇരിക്കുകയാണെന്ന് അതിൽ അവകാശവാദം. ഇദ്ദേഹം ബുഖാരി തന്നെ പറയുന്നു ഇങ്ങനെ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഖുറാന്റെ അർത്ഥവ്യത്യാസവും ക്രമവ്യത്യാസവുമുള്ള കോപ്പികൾ ഇന്നും നിലവിലുണ്ട്. അനേക കോപ്പികൾ ഇന്നും നിലവിലുണ്ട്. അതിനകത്ത് പലതിലും പല വ്യത്യാസങ്ങളും കാണാനായിട്ട് സാധിക്കും. മുലകുടി ബന്ധത്തെക്കുറിച്ച് മുസ്ലിം 1696, 1697 ആദ്യം 10 മുലകുടിയും പിന്നീട് 10 മുലകുടിയുമാണ് ഏർപ്പെടുത്തിയിരുന്ന പറയുന്നത്. മുലകുടി ബന്ധത്തെക്കുറിച്ച് പലർക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ വേറൊരാളുടെ ഭാര്യയുടെ മുല കുടിക്കാനായിട്ട് ഇടയായാൽ പിന്നെ ആ ആളിനെ അമ്മയായിട്ടും ആ ആളിന്റെ ഭർത്താവിനെ അപ്പനായിട്ടും അദ്ദേഹത്തിന്റെ അനിയനെ അപ്പന്റെ അനിയനുമായിട്ടൊക്കെ പരിഗണിക്കണമെന്നുള്ളതാണ് മുലകുടി ബന്ധം. അത് ആദ്യം 10 നിയമം, അത് പിന്നീട് 5 ഏർപ്പെടുത്തി. ഇന്നത്തെ ഖുറാനിൽ ആ സുറ കാണാനുമില്ല. അതുപോലെ വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന സുറയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബുഖാരി 8:805. അതായത് വ്യഭിചാരികളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലുണ്ട്. അതേ കാര്യങ്ങള് മുഹമ്മദ് നബിയും ഖുറാനിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നിരിക്കണം. ഏതായാലും കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഇത് വേണ്ട എന്ന് വെച്ചു. ഇന്ന് അത് കാണുന്നില്ല. ബുഖാരി തന്നെ പറയുന്നുണ്ട് 8:805. അപ്പം അങ്ങനൊരു സുറ എന്നേക്കുമായിട്ട് ലോകത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും ഒരു നഷ്ടമാണെന്ന് കരുതണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന അതിന് പകരം 100 അടിയ. പണ്ട്
വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ 100 അടിയൊക്കെ കൊടുത്ത് വിടുക. വേറെ ഭാഗത്ത് കാണുന്നുണ്ട് എവിടെയെങ്കിലും പൂട്ടിയിടുക, അവർക്ക് മനപരിവർത്തനം വരിക എന്ന് അന്നേരം വിട്ടോളാനൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ കർശനമായ നിയമം മാറ്റി പുതിയ നിയമം കൊണ്ടുവന്നു. ആ കർശനമായ നിയമം പറഞ്ഞ സൂറ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. അതുപോലെ അറബിക്കിലുള്ള ഖുറാനിൽ ഭിന്ന പതിപ്പുകളുണ്ട്, അർത്ഥവ്യത്യാസമുള്ള ഭിന്ന പതിപ്പുകൾ തന്നെ ഉണ്ട്. ശൈലി മാത്രമൊന്നുമല്ല, അർത്ഥവ്യത്യാസമുള്ള അനേക കോപ്പികളുണ്ട്. നാഫി എന്ന് പറയുന്നതിന് 2 തരം കോപ്പികളുണ്ട്. വാർഷ, ഖലൂൺ. അൾജീരിയ, മൊറോക്കോ, ടുണീഷ്യ, പടിഞ്ഞാറൻ ആഫ്രിക്ക, സുഡാൻ ഇവിടങ്ങളിൽ ഇതെന്നും ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ലിബിയ, ഖത്തർ ഈ ഭാഗങ്ങളിൽ ഈ ഖുറാൻ ലഭ്യമാണ്. അതുപോലെ ഇബാൻ ഖത്തീർ എന്ന് പറയുന്ന രണ്ടാമത്തെ, അതിനും 2 തരമുണ്ട്. അൽബാസി, ഖൂൺബൂൾ. ഇതുപോലെ 2 തരം ഖുറാനുകൾ, 2 അർത്ഥവ്യത്യാസമുള്ള ഖുറാനുകൾ ലഭ്യമാണ്. അതുപോലെ അബു അമ്രൽ അലാം, അൽ റൂനി, അൽ സൂറി ഇതുപോലെയുള്ള ഈ 2 തരം ഖുറാൻ ഇത് സുഡാനിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും ഒക്കെ ലഭ്യമാണ്. അതുപോലെ ഇബൻ അമീർ, ഹിഷ, ഇബൻ ഡക്വാൻ എന്നീ പറയുന്ന 2 തരം ഇന്ന് അത് യമനിൽ ധാരാളമായിട്ട് ലഭ്യമാണ്. അപ്പം ഖുറാന് വേരിയൻസ് ഇല്ലെന്നാ പറയുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ വേരിയൻസ് ഉണ്ട്. ഹംസ എന്നൊരു വേരിയന്റ് ഉണ്ട്, അൽ ഖിസായി എന്നുണ്ട്, അബൂബക്കർ അസീമിന്റെ ഇതുണ്ട്. ഇത് മുസ്ലിം ലോകത്ത് മുഴുവനുള്ളതാണ്. ഇവയെല്ലാം ഖുറാന്റെ വ്യത്യസ്ത പതിപ്പുകളാണ്. പുതിയവ ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, പുതിയത് വന്നുകൊണ്ടിരിക്കുക. യമനില് 1978 ഒരു പുതിയ പ്രതി കണ്ടെത്തിയിട്ടുണ്ട്. പുതിയൊരു പ്രതി ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ലഭ്യമായിട്ടുള്ള ഖുറാന്റെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി AD 790-800 കാലഘട്ടങ്ങളിലുള്ളതാണ്. ഇനിയും ഖുറാനിലുള്ള എത്ര സുറയുണ്ടെന്നുള്ളതിനെ കുറിച്ച് പോലും, ആയത്തുകൾ ഉണ്ടെന്നതിനെ കുറിച്ച് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് മുസ്ലിം ലോകത്ത്. 6666 തൊട്ട് 1,27,000 വരെയുള്ള കണക്കുകൾ ആയത്തുകളെ കുറിച്ച് കാണുന്നുണ്ട്. ഓക്കെ, ഇനിയും അപ്പൊ ഇത് ഈ പറഞ്ഞതിൽ നിന്ന് ഇതിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രന്ഥമൊന്നും അല്ല. ആദ്യം എഴുതിയത് കല്ലിലും ഇതിലൊക്കെ ആയിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞൊരു കയ്യെഴുത്ത് പ്രതി എഴുതി, അത് ചുട്ടുകളഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരാൾ എഴുതി, അന്നുണ്ടായിരുന്ന ബാക്കി കയ്യെഴുത്ത് പ്രതികളൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ടും എങ്ങനെയോ എവിടെയൊക്കെ കുറെ കയ്യെഴുത്ത് പ്രതികൾ രക്ഷപ്പെട്ടത് ഇന്നും അവശേഷിക്കുന്നു. അതാണ് ഖുറാന്റെ സ്ഥിരതയെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഖുറാന്റെ സന്മാർഗിക മാർഗം കിടയേറ്റതാണ്. ഇത് എനിക്ക് ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വേദിയിൽ അത് പറയാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. ഖുറാന്റെ സന്മാർഗീയത അത് വെളി പറയാൻ കൊള്ളാവുന്നതാണോ? നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തിയാൽ മതി. മുഹമ്മദിന്റെ വളർത്തുമകനായ ഹാരിസത്ത് സൈനബയെ വിവാഹം കഴിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചു. അതിനുവേണ്ടി ഒരായത്തും അങ്ങ് ഇഷ്യൂ ചെയ്തു. അതായത് പ്രവാചകനും അള്ളാഹുവും കൂടെ ചേർന്ന ഒരു പുതിയ ആയത്ത്. ഈ കല്യാണം നടന്നേ പറ്റൂ. ഓരോരുത്തരുടെയും കല്യാണം നടക്കാനായിട്ട് അള്ളാഹു ആയത്തുകൾ ഇറക്കാൻ തുടങ്ങിയാൽ ലോകത്തിൽ തന്നെ കൊള്ളത്തില്ല ഈ ആയത്തുകളെല്ലാം കൂടെ. ഏതായാലും ഈ സൈനബയെ കല്യാണം കഴിക്കണമെന്ന് അള്ളാഹു ഒരു ആയത്ത് അങ്ങ് പുറപ്പെടുവിച്ചു. എന്നാൽ ഈ ഇദ്ദേഹത്തിന് ഹാരിസത്തിന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്നാലും ആയത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡൈവേഴ്സ് ആയിപ്പോയി. അള്ളാഹു നടത്തിയ കല്യാണം, ഇത് അള്ളാഹു നടത്തിയ കല്യാണം, അള്ളാഹു നടത്തിയ കല്യാണം ഡൈവേഴ്സ് ആയിപ്പോയി. എന്തോ ഒരു കഷ്ടമാണ്, അള്ളാഹുവിന് തന്നെ എന്തോ ഒരു നാണക്കേടാണ് അല്ലെ. തുടർന്ന് മറ്റൊരായത്ത് പ്രകാരം 33-37 ഖുറാനിൽ തന്നെ ഉള്ളതാ. 33-37 അനുസരിച്ച് മുഹമ്മദ് മരുമകളെ വിവാഹം കഴിച്ചു. മുഹമ്മദിന് ഒരു സ്പെഷ്യൽ പെർമിഷൻ നമ്മുടെ നാട്ടിൽ പോലും ഇന്ന് നടക്കാതാണ് വളർത്തുമകളെ കല്യാണം കഴിക്കുന്നത്. മുഹമ്മദിന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഓർഡർ പോലെ ഒരായത്ത് അങ്ങ് ഇറക്കി. മുഹമ്മദേ, നീ ഇവിടെ കല്യാണം കഴിക്കാൻ മടിച്ചു നിൽക്കേണ്ട, കല്യാണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിച്ചു. എന്തോ ഒരു ധാർമ്മികതയാണ്. അതുപോലെ ഏതൊരു സ്ത്രീയും പ്രവാചകന് തന്നെ സമർപ്പിക്കുന്ന പുണ്യമാണ്. ഞാൻ പറയുന്നല്ല, ബുഖാരി പറയുന്നതാണ്. ബുഖാരി 8-144 ഒരു സ്ത്രീയെ പ്രവാചകനോട് വന്ന് ഞാൻ അങ്ങയുടെ ഭാര്യയായിരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വേറൊരാൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. അപ്പൊ ആ കേട്ട ആളിന്റെ അപ്പൻ, ഒരു പെൺകുട്ടിയുടെ അപ്പം പറയുക, നിന്നെക്കാളും എത്ര നല്ലവളാ അവള് പ്രവാചകന് തന്നെ സമർപ്പിക്കുകയല്ലേ, അത് വളരെ നല്ലതാ. ആണോ? നല്ലതാണോ? പ്രവാചകന് സ്വയം കൊണ്ട് സമർപ്പിക്കുന്ന വനിതകളുടെ ക്യൂ ഉള്ളത് അത് ധാർമ്മികമാണോ? സാൻമാർഗിക മാർഗം ശരിയാണോ? അതുപോലെ ബഹുഭാര്യത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുറാൻ. അതായത് 4 ഭാര്യമാർ ഒരേ സമയത്ത്, ആകെ 4 അല്ല, അത് നമുക്ക് ഒരാളെ പഴകുമ്പോൾ പുതിയ ആളിനെ സ്വീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള വകുപ്പുണ്ട്. ഒരു സമയത്ത് 4 പേര്. 4 ഉള്ളോ? 4 അല്ല, ഇഷ്ടം പോലെ വെപ്പാട്ടികളെയും കൂടെ ആകാം. അതിന് ലിമിറ്റൊന്നുമില്ല. ഈ ലോകത്തുള്ള ഒരുത്തന് നല്ല ശക്തിയുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും വെപ്പാട്ടികളായിട്ട് വെക്കാം, നോ പ്രോബ്ലം. മാത്രമല്ല അടിമകളെ പിടിച്ചുകൊണ്ട് വരുന്നവരെയും സ്ത്രീയായിട്ട് വയ്ക്കാം. അതിലും സങ്കടം, കല്യാണം കഴിച്ച അടിമകളാണെ പോലും അവരോട് ബലമായിട്ട് സംസർഗം ചെയ്യാനുള്ള അവകാശമുണ്ട്.
ബഹുഭാര്യത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനാലും 4 ഭാര്യമാരും എണ്ണമില്ലാത്ത വെപ്പാട്ടികളും ഒരാൾക്ക് ഒരു സമയത്ത് പുലർത്താമായിരുന്നു. അടിമ സ്ത്രീകളും എത്ര വേണമെങ്കിലാകാമായിരുന്നു. എന്നാൽ മുഹമ്മദ് നബിക്ക് 22 ഭാര്യമാരുണ്ടായിരുന്നത്രേ. പല സമയത്തായിട്ട് ഒരു സമയത്ത് 9 വരെ ഭാര്യമാരുണ്ടായിരുന്നത്രേ. ചിലർ പറയുന്നുണ്ട് 11 എന്നൊക്കെ പറയുന്നുണ്ട്. ബുഖാരി 1:282. അദ്ദേഹത്തിന് ഒരു സമയത്ത് 9 ഭാര്യമാർ. നമുക്കറിയാം ഒരാളെ പുലർത്തുന്ന പ്രയാസം. അദ്ദേഹം ഒരു അമാനുഷ്യൻ തന്നെ ആയിരിക്കണം ഈ 9 പേരെ ഒരുപോലെ പുലർത്തുന്നത്. ഇത് ഖുർആൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഖുർആനിൽ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ മുഹമ്മദ് നബിക്ക് കൊടുത്തു. അദ്ദേഹത്തിന് മാത്രം ഈ 4-ൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിരുന്നു. അതുപോലെ വിവാഹം ഒഴിഞ്ഞ ശേഷം വീണ്ടും പഴയ ഭർത്താവിനെ വിവാഹം ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. ഒരാള് ആരെങ്കിലും ആട്ടെ, ഒരു അക്ബറോ അല്ലെങ്കിൽ ഒരു മുഹമ്മദോ ആരെങ്കിലും ആകട്ടെ, കല്യാണം കഴിച്ചു, എന്തോ കാരണം കൊണ്ട് അവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരണമെന്ന് തോന്നി, രണ്ടുപേരും തിരിച്ചു വരാൻ ശ്രമിക്കുക, പറ്റത്തില്ല. ഈ സ്ത്രീ ചെന്ന് വേറൊരാളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തണം. എന്തൊരു കഷ്ടമാണ്. പഴയ ഭർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ, അതിനുള്ള അനുവാദം കിട്ടണമെങ്കിൽ ഈ സ്ത്രീയെ പോയി വേറൊരു പുരുഷനുമായിട്ട് ഒരു ദിവസമെങ്കിലും, അതിന്റെ ഇതിൽ കാണാം, ഒരു ദിവസമെങ്കിലും വേറൊരുത്തന്റെ കൂടെ പോയി ലൈംഗിക ബന്ധം പുലർത്തിച്ച് തിരിച്ചു വന്നാൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കത്തില്ല. ഇതിന് ഇപ്പം മലബാറിലൊക്കെ ഇതിന് ചില ചടങ്ങുകളുണ്ട്. ഇതിന്റെ ചില ചടങ്ങുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നും ഒരു ദിവസത്തേക്കുള്ള ഭർത്താവിന് ഒരു കരാറൊക്കെ എഴുതി വെക്കും, ഒരു ദിവസം കഴിഞ്ഞാൽ എന്നെ വിട്ടേക്കണേ എന്നിട്ട് ഇന്നും അത് നടക്കുന്നുണ്ട്. മുസ്ലിം 1666, 1667 ഇതിലൊക്കെ ഇതിന്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ സുറ 2:230 കാണുന്നുണ്ട്. അപ്പം ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണത്. കല്യാണം കഴിച്ച് പിരിഞ്ഞു പോയാൽ തിരിച്ചു വരണമെങ്കിൽ അതിനുള്ള യോഗ്യത വേറൊരുത്തന്റെ കൂടെ പോയി ഒരു രാത്രിയെങ്കിലും കഴിയണം. വ്യഭിചാരത്തിന് ശിക്ഷിക്കപ്പെടണമെങ്കിൽ 4 പേരുടെ സാക്ഷ്യം വേണം. എന്തോ ഒരു നിയമമാണ്. ഇപ്പം വല്ല ചന്തയെ വെച്ചും വ്യഭിചാരം ചെയ്താലേ ഈ 4 പേരെ കിട്ടുള്ളൂ, അല്ലെ കിട്ടുമോ? എവിടെയാ 4 പേരെ കിട്ടുന്നത്? ഇതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, ആയിഷയെ കുറിച്ച് ആരോപണം വന്നപ്പോൾ ആയിഷയെ രക്ഷിക്കാൻ വേണ്ടി ഒരു അഡീഷണൽ പ്രൊവിഷൻ കൊടുത്തതാ. 4 സാക്ഷികളെ എവിടുന്നാ കിട്ടുന്നേ? മാത്രമല്ല 4 സാക്ഷികളെ കൊണ്ടുവന്നത് അതിൽ ഒരാളങ്ങ് മാറിപ്പോയെന്ന് വെച്ചാൽ 3 പേരെ നിന്നുള്ളൂ സാക്ഷികളായിട്ട്. രക്ഷയില്ല. അവർ സത്യസാക്ഷികളാണെങ്കിലും തല്ല് നല്ല ശരിക്കും കൊള്ളു. 80 അടി വീതം പുറം പൊട്ടുന്ന അടികൾ കിട്ടും. എന്താ കാര്യം? 4 സാക്ഷികളിലായിരുന്നു, 3 ഉള്ളൂ. സത്യസാക്ഷിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുഹമ്മദിന്റെ ഭാര്യയെക്കുറിച്ച് അപവാദം ഉണ്ടായപ്പോഴാണ് ഇതുള്ളത്. സുറ 24:11 ഇതിന്റെ വിശകലനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി അതിലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് താൽക്കാലിക വിവാഹം. നാളെ കോഴിക്കോട് വരെ പോവുകയാണെങ്കിൽ അവിടെ ഒരു താൽക്കാലിക വിവാഹം കഴിച്ച് 2 ദിവസം കൂടെ താമസിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് തിരിച്ചു പോരാം. ഇതിടയ്ക്ക് നിർത്തൽ ചെയ്തിട്ടുണ്ട്. നിർത്തൽ ചെയ്യുന്നതും രസകരമായ കാര്യമാണല്ലോ. എന്തോ ഒരു കഷ്ടം. ഇങ്ങനൊരു വ്യവസ്ഥിതി പ്രവാചകന്റെ കാലത്ത് നിലനിന്നിരുന്നെന്ന് പറയുന്നത് തന്നെ ഷോക്കിംഗ് ആണ്. മുസ്ലിം 16:11 അതുപോലെ 16:22 ഉണ്ട്. ഇതിന് നടപടിക്രമം വളരെ ചുരുക്കമാണ്. വല്ല ഒരു മുണ്ടോ എന്തെങ്കിലും കൊടുത്താൽ മതി. മൊഴി ചൊല്ലാനും എളുപ്പമാണ്. മാത്രമല്ല പെണ്ണിന്റെ മാതാപിതാക്കളെ പോലും ചടങ്ങിന് വിളിക്കുകയും വേണ്ട. വളരെ എളുപ്പമാണ് പ്രസ്ഥാനം. പെട്ടിയൊക്കെ എടുത്തോണ്ടാ ടൂർ പോകുമ്പോൾ എവിടെയെങ്കിലും ചെന്നൊരു ഭാര്യ വേണമെന്നുണ്ടെങ്കിൽ ഒരു താൽക്കാലിക വിവാഹം നടത്തുക. അതുപോലെ നബിയെക്കുറിച്ച് അദ്ദേഹം കൊള്ള നടത്തിയിരുന്നതായിട്ടും തനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി കൊള്ളയടിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. സുറ 2:207 TK ഉബൈദിന്റെ വ്യാഖ്യാനം നമ്പർ 17. എങ്ങനെയാ അത് നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കുന്നത്? ഇത് സന്മാർഗീയതയാണോ? ബൈബിളിലെ പ്രവാചകന്മാർ പാപം ചെയ്തതായി കാണുന്നു, എന്നാൽ ഇസ്ലാമിലെ പ്രവാചകന്മാർ പാപം ചെയ്തിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. ബൈബിളിലെ പ്രവാചകന്മാര് ദൈവം അനുവദിച്ചല്ല പാപം ചെയ്ത്, അവരുടെ തെറ്റുകളായിരുന്നു. എന്നാൽ ഇത് നോക്കിക്കേ, ദൈവം തന്നെ അനുവദിക്കുക. സുറകൾ ഇങ്ങനെ കൊടുക്കുക, അയത്തുകൾ കൊടുക്കുക. നീ പാപം ചെയ്തോ, എത്ര എണ്ണത്തിന് വേണേ കെട്ടിക്കോ. അടിമയായിട്ടുള്ള ഒരു സ്ത്രീയെ ഭർത്താവ് ഉണ്ടെങ്കിലും വേണ്ടിയില്ല, നീ നിനക്ക് വേണമെങ്കിൽ എടുത്തോ. എത്ര വേണേ വെപ്പാട്ടികളെ വെച്ചോ. ദൈവം തന്നെ പാപം ചെയ്യിക്കുന്നതാണ്. പഴയ പ്രവാചകന്മാർ ചെയ്തെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടാണ് ചെയ്തത്. മുഹമ്മദിനെ പോലെ പാവം ചെയ്ത ഒരു കഥാപാത്രം ലോക ചരിത്രത്തിൽ വേറെയില്ല. അദ്ദേഹം മരുമകളെ വിവാഹം ചെയ്യുകയും കൊള്ള നടത്തുകയും വിഗ്രഹാരാധന നടത്തുകയും ചെയ്തു. കാബയിലെ കല്ലെന്ന് പറയുന്ന വിഗ്രഹാരാധനയാണ്. ശിശുവിവാഹം നടത്തി. ആ ഐഷയ്ക്ക് കല്യാണം കഴിക്കുമ്പോൾ 5 വയസ്സ് 10 മാസമായിരുന്നു. എന്നിട്ട് 9 വയസ്സ് തൊട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ളത് സത്യമാണ്. അപ്പം എന്താ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നേ? ഈ ഇദ്ദേഹം ചെയ്ത പല പാപങ്ങളും ആസൂത്രണം ചെയ്ത് നടത്തിയിരുന്നവയാണ്. സുറ 47:19, 48:1-2. അതുപോലെ മുഹമ്മദ് 70 പ്രാവശ്യത്തിലധികം ദിവസവും പാപം ചെയ്തിരുന്നതായിട്ട് ഹദീസ് പറയുന്നുണ്ട്. ബുഖാരി 1:711. 70 പ്രാവശ്യമെങ്കിലും പാപം ചെയ്തിരുന്നതായിട്ട് നമുക്ക് അവിടുന്ന് കാണാം. ക്രിസ്തീയ പ്രവാചകന്മാരുടെ പാപം ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ക്രിസ്തീയ പ്രവാചകന്മാരൊക്കെ പാപം ചെയ്തിട്ടുണ്ടെന്ന് പലപ്പോഴും വിമർശിക്കാറുണ്ട്. ഈ പാപങ്ങളൊക്കെ തന്നെ ഖുറാനിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പാപങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഖുറാനിലെ പാപങ്ങളെല്ലാം ദൈവം പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ച പാപമാണ്. അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അള്ളാഹുവിന് തന്നെയാണ്. ഇനിയും അടുത്തതായിട്ട് ഖുറാനിലെ ചരിത്രത്തിലേക്ക് വരാം. ഖുറാനിലെ ചരിത്രം കളങ്കരഹിതവും സത്യവുമാണ്. എല്ലാം വളരെ പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. മറിയം അഹരോന്റെ സഹോദരി ഇമ്രാന്റെ മകളുമാണ്. ഇവർ തമ്മിൽ ആയിരക്കണക്കിന് വർഷം വ്യത്യാസമുണ്ട്. മറിയം അഹരോന്റെ പുത്രിയായാലും സഹോദരിയാകാൻ പറ്റുകയില്ല. 10 തലമുറ പഴയ ഒരാളിന്റെ സഹോദരിയായിട്ട് ഈ തലമുറ വരാൻ പറ്റില്ല, മോളായിട്ട് വരും. ഇപ്പൊ എന്റെ അനുദ്രവതിയെ ഞാൻ മോളെന്ന് വിളിക്കാം, അല്ലെ അനുദ്രവതിയുടെ മോള് എന്റെ മോളാണ്. പക്ഷേ എങ്ങനെയാണ് അഹരോന്റെ സഹോദരിയാകുന്നത്? അത് ഇമ്പോസിബിളാ. 1000 വർഷം മുമ്പ് താമസിച്ചിരുന്ന ഒരാളുടെ സഹോദരിയായിട്ട് ഈ തലമുറയിൽ ഒരാൾ വരുന്നത് പുത്രിയാകാനായിട്ട് പറ്റുമായിരിക്കും. മാത്രമല്ല മറ്റാരെങ്കിലും പറഞ്ഞ ഉദ്ധരണി ആയാൽ പോലും ദൈവികത്വം ആരോപിക്കുന്ന പുസ്തകത്തിൽ തെറ്റെഴുതുവാൻ കഴിയുകയില്ലായിരുന്നു. യഹൂദന്മാർ അങ്ങനെ പറയാൻ യാതൊരു സാധ്യതയില്ല. യഹൂദന്മാർ ഇങ്ങനൊരു കാര്യം ഒരിക്കലും പറയില്ല. അപ്പൊ അവരാരും പറഞ്ഞിട്ടുള്ളതല്ല, ഇങ്ങനെ എങ്ങനെയോ എഴുതിക്കൂട്ടിയതാണ്. സൂറ 62, 12, 19, 27, 28 ഇവിടൊക്കെ ഇത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹാമാനും ഫറവൂനും ഒരുമിച്ച് വരുന്ന കാണാം. ഇവര് ഒരാൾ പേർഷ്യക്കാരനും ഒരാൾ ഈജിപ്തുകാരനുമായിരുന്നു. മാത്രമല്ല കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. മാത്രമല്ല ആയിരക്കണക്കിന് വർഷത്തെ അകലം ഉണ്ടായിരുന്നു. ഇവർ ജീവിച്ചിരുന്ന കാലത്ത് ഇവർ രണ്ടുപേരും കൂടെ എങ്ങനെ ഒരുമിച്ച് വരുന്നത്? സൂറ 28-8, 38, അതുപോലെ 29, 39. അതുപോലെ അഹരോന്റെ കാലത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് ഒരു ശമരിയനാണ്. ശമരിയ രാഷ്ട്രം വന്നത് BC 721 അഹരോന് ശേഷം 800 വർഷം ശേഷം. ഒരു ശമരിയനാണ്. ശമരിയൻ എന്നൊരു വർഗമേ അന്നില്ല. ഒരു ശമരിയനാണ് മോശയുടെ കാലത്ത് എന്തുവാ ഈ കുഴപ്പം ചെയ്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. സൂറ 20, 85, 88. അതുപോലെ ഫറവോന്റെ കാലത്ത് ക്രൂശീകരണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്രൂശീകരണം BC 6-ാം നൂറ്റാണ്ട് മുതൽ മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സൂറ 7 ഇതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഖുറാന്റെ ചരിത്രം വേറെ ഒരുപാടുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ട് അതങ്ങ് നിർത്തുകയാണ്. അതുപോലെ ഖുറാന്റെ പ്രായോഗികത, വളരെ പ്രായോഗികമായ ഒരു റിലീജിയനാണ് ഖുറാൻ. അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം ക്ലിയറാ. ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കത്തക്ക വിധത്തില് പ്രായോഗികമായ റിലീജിയനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വിവാഹത്തിന്റെ പ്രായോഗികത തന്നെ ഭയങ്കരമാണ്. 3 തലാക്ക് ചൊല്ലി ഭാര്യയെ വസ്ത്രം പോലെ ഉപേക്ഷിക്കുന്ന അവസ്ഥ. ഈയിടെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്ന് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. കള്ളു പിടിച്ചെടുത്ത് 3 പ്രാവശ്യം തലാക്ക് പറഞ്ഞുപോയി. അപ്പം മതക്കാരെല്ലാം കൂടെ പറയുക, ഇനി ഇവള് കല്യാണം കഴിക്കണേ വേറെ ഒരുത്തന്റെ കൂടെ പോയി ഒരു ദിവസം എങ്കിലും ചെലവിട്ടിട്ട് വരണം, അല്ലേ പറ്റുകയില്ല. അവസാനം സുപ്രീം കോടതി ഇടപെട്ടാണ് കല്യാണം നടത്തി കൊടുത്തത്. വളരെ പ്രായോഗികം. ഒരാളെ തട്ടിക്കളയാനെ വളരെ എളുപ്പമാണ്. അവരുടെ ഇടയിൽ വിവേചനം അനുഭവിക്കുന്ന ദുർഭാഗ്യവതികളും മറ്റും പ്രായോഗികതയുടെ ദുരനുഭവങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഖുറാൻ തന്നെ പറയുന്നുണ്ട്, പല ഭാര്യമാരുണ്ടല്ലോ അവരോടെല്ലാം ഒരുപോലെ നീതി പുലർത്താൻ പറ്റത്തില്ല. അതായത് പിന്നീട് അസുറ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വീട്ടിൽ കിടന്ന് അനേക ഭാര്യമാരുടെ ഇടയ്ക്ക് കിടന്ന് നരകിച്ച് യാതന അനുഭവിക്കുന്ന ആ സ്ത്രീ രത്നങ്ങളെ കുറിച്ച് എന്താ പറയാൻ, ഈ പ്രായോഗികതയെ കുറിച്ച് എന്താ പറയുന്നത്? സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നത് കണക്കില്ലാത്തതുപോലെയാണ്. വെപ്പാട്ടികളായാലും അതുപോലെ അല്ലെങ്കിൽ വേറൊരുത്തന്റെ ഭാര്യയായ അടിമയായാലും എന്തോ ഒരു കടുങ്കൈയാണ്. അതെല്ലാം പ്രായോഗികതയാണ്. സൂറ 24:3 നമ്മളത് വായിക്കുന്നുണ്ട്. ഖുറാന്റെ ആയത്തുകളുടെ ദുർബലപ്പെടുത്തുകൾ പോലും പ്രായോഗികതയാണ്. ഓരോ സൗകര്യം അനുസരിച്ച്. അതായത് വ്യഭിചാരം ചെയ്യേണ്ടവരെ കല്ലെറിയണമെന്നുള്ളത് ഐഷയ്ക്കെതിരെ ആരോപണം വന്നപ്പോൾ വേണ്ടാന്ന് വെച്ചു. പ്രായോഗികതയാണ്, പ്രായോഗിക റിലിജനാണ്. അതുപോലെ നൊയമ്പ് സമയത്ത് ലൈംഗികത പാടില്ലെന്നുള്ള നിയമം വേണ്ടെന്ന് വെച്ചതും ഇങ്ങനെയാണ്. അതും പ്രത്യേകിച്ച് മുഹമ്മദ് നബിക്ക് അതിനകത്തും ഒരു കൺസെഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ശിക്ഷാക്രമങ്ങളും പ്രായോഗികമാണ്. കൈവെട്ടുക, കണ്ണു ചൂഴ്ന്നെടുക്കുക മറ്റും പ്രായോഗികമാണെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ അക്രമങ്ങൾക്ക് ഒരു കുറവുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരവാദപരമായിട്ടുള്ള കാര്യങ്ങളും ധനപരമായ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നതാരാ? കേരളത്തിലെ നിങ്ങളുടെ പണ്ട് നമ്മുടെ നിയമസഭയിൽ ആരോ ഒരു ചോദ്യം ഉന്നയിച്ചു വന്നതാണ്. 43% കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. മുസ്ലിങ്ങൾ ധാരാളമുള്ളൊരു ജില്ലയിൽ ഞാൻ ജോലി ചെയ്താണ്. വളരെ നല്ലവരാണ് അവർ. പക്ഷെങ്കിൽ ഇവരുടെ ഇടയ്ക്കും ഇങ്ങനെയുള്ള കുറെ പേർ ഉണ്ടെന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന. അതിന് കാരണം ഖുറാനിലെ ധാർമ്മികത തന്നെയാണ്. കള്ളക്കടത്ത് നടന്നവര്, ഈ ധനപരമായ കുറ്റകൃത്യം ചെയ്യുന്നവര്, ഇവരൊക്കെ പശ്ചാത്തപിച്ച് നേരെയാകുമെന്നാണ്. കല്ലെറിഞ്ഞു കൊല്ലുന്നവൻ പിന്നെ എവിടെയാ പശ്ചാത്തപിച്ച് നേരെയാകുന്നത്? അതുപോലെ ഖുറാനിനെ കുറിച്ച് പറയുന്നത് അതിന്റെ ഒരു നിസ്തുലമായ സാഹിത്യമുണ്ട് ഖുറാൻ. പക്ഷേ എല്ലാ ഭാഷയിലും അതാത് ഭാഷയിൽ നിസ്തുലമായ സാഹിത്യങ്ങളുണ്ട്. നിസ്തുലമായ സാഹിത്യം എഴുതുന്നൊരു നല്ല സാഹിത്യകാരനാണ്. അതിന് ദൈവം വേണമെന്നില്ല. അപ്പം ഇതൊന്നും പ്രത്യേകിച്ച് ഇതിന്റെ ദൈവികതയെ തെളിയിക്കുന്നതല്ല. അതുപോലെ ഖുറാനിലെ പ്രവചന നിവൃത്തി,
പ്രവചനങ്ങൾ എല്ലാം നിവർത്തിക്കപ്പെടുന്നു. മുഹമ്മദിന്റെ 100 വർഷത്തിനകം എല്ലാവരും മരിക്കുമെന്ന പ്രവചനം 5 വയസ്സുള്ള കുഞ്ഞിന് പോലും ചെയ്യാമായിരുന്നു. അതായത് വരുന്ന 100 വർഷത്തിനുള്ളിൽ ഇന്ന് ജനിക്കുന്ന എല്ലാവരും മരിക്കും. ഒരു പ്രവചനമാണ്. ആ പ്രവചനം നടത്താൻ എന്താ അറിവ് വേണ്ടത്? ഞാനിപ്പം പ്രവചിച്ചേക്കാം, ഇന്നു മുതൽ 100 വർഷത്തിനുള്ളിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കും. അതിന്റെ പ്രവചന നിവൃത്തിയുടെ ഇതിൽ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്കും ചെയ്യാവുന്നതാണ്. അതുപോലെ ലോകാവസാന പ്രവചനം, അദ്ദേഹം ലോകാവസാനത്തെ കുറിച്ച് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അതും സംഭവിച്ചിട്ടില്ല. അതുപോലെ റോമാക്കാര് ജയിക്കുമെന്നുള്ള പ്രവചനം ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട്. ഇറാഖിയിൽ അമേരിക്ക കാണിച്ച മഹാ തെറ്റാണ്. എന്നാലും ആ യുദ്ധം തുടങ്ങിയപ്പോഴേ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു. ആ പ്രവചനം ഞാനും നടത്തിയതാണ്. അമേരിക്കക്കാർ ചെയ്യുന്ന ഈ വങ്കത്തരം, കൊള്ളത്തരം പക്ഷെങ്കിൽ അവരുടെ വിജയത്തിലേക്ക് കലാശിക്കുന്നത് ദുഃഖിച്ചവരിൽ ഒരാളാണ് ഞാനും. അപ്പൊ അങ്ങനെയുള്ള പ്രവചനങ്ങൾ എത്ര പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. അതുപോലെ ഖുർആൻ കുറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് ഒരു പ്രമാദവും ഇല്ലാത്ത വളരെ ക്ലിയറാണ്. ചന്ദ്രൻ ഈന്തപ്പന പോലെ വളയും, സൂറ 36-39. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ചന്ദ്രന് വല്ല വ്യത്യാസമുണ്ട്? പുള്ളി എന്നും സുന്ദരനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക, നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നല്ലേ ഉള്ളൂ. ചന്ദ്രൻ ഈന്തപ്പന കുല പോലെ വളയും, സൂറ 36-39. വാസ്തവത്തിൽ ചന്ദ്രന് വ്യതിയാനം ഒന്നും ഉണ്ടാകുന്നില്ല. ലോകത്തിലെ എല്ലാ ജീവികൾക്കും ഇണയെ സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ ജീവികൾക്കും ഇണയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഹെർമാഫ്രോഡൈസ് എന്ന് പറഞ്ഞൊരു വലിയ വിഭാഗമുണ്ട്. അതുപോലെ ജീവനുള്ള മറ്റനേക ജീവികളുണ്ട്. സസ്യങ്ങൾക്ക് പോലും ജീവനുണ്ട്. എല്ലാ ജീവികൾക്കും ഇണയെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സൂറ 51-49. ഇനിയും ഖുറാനിലെ ശാസ്ത്രത്തിലേക്ക് വരാം. ഖുറാനിൽ പറയുന്നത് സൂര്യൻ ഒരു കുളത്തിൽ ചെന്ന് താഴുക, ചെളി നിറഞ്ഞൊരു കുളത്തിൽ. അവിടെ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുണ്ട്. ഇതൊരു അലങ്കാരിക ഭാഷ ആകാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല അക്ബർ സാഹിബ് തന്നെ പറഞ്ഞല്ലോ, അലങ്കാരിക ഭാഷ ദൈവം പറയാറില്ലെന്ന്. നോക്കുക, സൂര്യൻ ചെന്ന് ഒരു കുളത്തിൽ താഴുക. എത്രയും വലിയ സൂര്യനാ, ശരിക്കും സാക്ഷാൽ സൂര്യൻ. അതിനേക്കാളും 1000 ഇരട്ടി വലിപ്പമുള്ള ഭൂമിയിലെ ഒരു ചെറിയ കുളത്തിൽ സൂര്യൻ ചെന്ന് താഴുക. അവിടെ ചുറ്റും ആളുകളൊക്കെ നിന്ന് അപ്പൊ ഇംഗ്ലീഷും മലയാളമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മുലകുടിയും ഗർഭപാത്രം കൂടെ 30 മാസം. എന്നാൽ മുലകുടി മാത്രം 2 വർഷം, 24 മാസം. ഇപ്പം ഗർഭകാലം 4 മാസം. സൂറ 46-15. 6 മാസം. ഇപ്പം 6 മാസം കൊണ്ട് ഗർഭധാരണ പ്രസവമൊക്കെ നടക്കുന്നതാണ്. ഓക്കെ. നക്ഷത്രങ്ങൾ സാത്താനെ എറിയാനുള്ളതാണ്. സൂറ 67-5. കല്ലെടുത്തെറിയുന്ന, മാവിനെറിയുന്ന പോലെ സാത്താനെ എറിയുന്ന കല്ലുകളാണ് പോലും നക്ഷത്രങ്ങൾ. 7 ആകാശവും 7 ഭൂമിയുണ്ട്. സൂറ 65-12. അതുപോലെ പാമ്പ് കടിച്ചാൽ ഖുർആൻ സൂക്തം ഉദ്ധരിച്ചാൽ മതി. എന്നോടൊരു സുഹൃത്ത് ചോദ്യം ചോദിച്ചു, ഇനി പാമ്പ് കടിക്കും അത് ചെയ്താൽ മതി, അല്ല ഈ കൊണ്ടടക്കുന്ന സാധനം അബദ്ധത്തിനെങ്ങനെ കഴിച്ചു പോയാലും സുറ ചൊല്ലിയാൽ മതി എന്നാണ് പറയുന്നത്. പാമ്പ് കടിക്കുക, സുറ ചൊല്ലിയാൽ മതി. എത്രയോ ശാസ്ത്രീയം. അതുപോലെ ഒരു മാന്ത്രിക മോതിരം ധരിച്ച സുലൈമാൻ രാജാവായി. ഇങ്ങനെയുള്ള മാന്ത്രിക ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ഒന്നാകാനായിട്ട് എനിക്കും പറ്റുമായിരുന്നു. സൂറ 38, 34, 35. അതുപോലെ സുലൈമാൻ കാറ്റിനെ അധീനമാക്കി. അതാ വ്യാഖ്യാന ഭാഗത്താണ് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അതുപോലെ കന്നുകാലികളുടെ അടിവയറ്റിൽ പാലുണ്ട്. സൂറ 16-66. അതിന്റെ കുടലിന് ഇതിനിടയ്ക്ക്, രക്തത്തിനും എല്ലാം ഇടയ്ക്ക് പാല് കിടപ്പുണ്ട്. ഭൂമി ഒരു പുതപ്പ് പോലെ. സൂറ 20-53. അത് വളരെ പരന്നാണ്, അത് പുതപ്പ് പോലാണ്. ഇങ്ങനെ പല ഇത് കാണുന്നുണ്ട്. അതുപോലെ സ്പേം മനുഷ്യന്റെ വാരിയലിനും നട്ടെല്ലിനും ഇടയ്ക്ക. ഒരു സുവോളജി വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതെങ്ങനെയാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഇരിക്കുന്നതെന്ന്, ഈ വാരിയലിനും നട്ടെല്ലിനും ഇടയ്ക്കും കണ്ടാണ്. അത് എവിടാന്ന് നമുക്കറിയാമല്ലോ. സൂറ 86-7. അതുപോലെ കരിഞ്ചീരകം മരണമൊഴികെ സകല രോഗത്തിനും ഔഷധമാണ്. ബുഖാരി 19-16. കരിഞ്ചീരകം കഴിച്ചാൽ മതി, എന്ത് രോഗവും പോവും. ഭ്രാന്ത് മാത്രമേ ഉള്ളൂ, അത് ബാക്കി എല്ലാം പോവും. മനുഷ്യൻ ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് ഉണ്ട്. വെള്ളത്തിലാന്ന് ഒരു ഭാഗത്ത് പറയുന്നു, കളിമണ്ണിൽ നിന്നാന്ന് വേറൊരു ഭാഗത്ത് പറയുന്നു, രക്തക്കട്ടയിൽ നിന്നാന്ന് വേറൊരു ഭാഗത്ത് പറയുന്നു. വലിയ ശാസ്ത്രമല്ലേ അല്ലെ? ഗർഭപാത്രത്തിലെ അറകളെ കുറിച്ചൊക്കെയുള്ള ശാസ്ത്രം പോലെ വലിയ ശാസ്ത്രം. മനുഷ്യന് വെള്ളത്തിൽ നിന്നുണ്ടാകുന്നു, കളിമണ്ണിൽ നിന്നുണ്ടാകുന്നു, രക്തക്കട്ടയിൽ നിന്നുണ്ടാകുന്നു. ഗർഭപാത്രത്തിന് 3 താരിക്കുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു 3 ഇതൊന്നും അല്ല, അതിന് 6 ഏറ്റവും കുറഞ്ഞുണ്ട്. എൻഡോമെട്രിയം, മീസോമെട്രിയം, അങ്ങനെ 3 മിട്രിയങ്ങൾ തന്നെയുണ്ട്. അതിന്റെ പുറത്ത് അമ്നിയോൺ ഉണ്ട്. അതിന്റെ പുറത്ത് 6 ഏറ്റവും കുറഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ ശരീരവും ഉണ്ട്. അപ്പം 3 അല്ല, ഒരുപാടുണ്ട്. ഓക്കെ. അപ്പം ആകാശം ഭൂമിയുടെ മേൽ വീഴാം, എപ്പം വേണേ വീഴാം. ആകാശം വീഴാൻ സാധ്യതയുണ്ട്. സൂറ 22-65. വല്ല കുണ്ടിലും ഓടി ഒളിച്ചോടി ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു അല്ലെ? സൂറ 22-65. ഇനിയും ഖുറാനിലെ വൈരുദ്ധ്യമില്ലാത്ത പുസ്തകമാണെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ഭാര്യമാർ തമ്മിൽ സമത്വം വേണം ഖുറാനി പറയുന്നുണ്ട്. പക്ഷേ വേറൊരു ഇത് പറയുന്നുണ്ട്, ഭാര്യമാർ തമ്മിൽ സമത്വം നടക്കുകയില്ല. 4 ഭാര്യമാരുണ്ടെങ്കിൽ അവരെ ഒരുപോലെ കരുതാൻ ഭർത്താവിന് സാധിക്കത്തില്ലെന്നാണ് ഖുറാൻ പറയുന്നത്.
പക്ഷെ ഒരു അടുത്ത് ഉത്തരവിട്ടിട്ടുണ്ട്, എല്ലാവരോടും സമത്വം കാണിക്കണം, ദിവസമൊക്കെ വെച്ച് കൃത്യമായിട്ട് അവരുടെ അടുത്ത് പൊക്കോണം, ചെലവിനൊക്കെ കൊടുക്കുന്ന ഒരു വ്യത്യാസം കാണിക്കുന്ന സമത്വം വേണം. പക്ഷേ അത് പറ്റുകയില്ലെന്ന് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആദ്യ മുസ്ലിം നബിയാണെന്ന് പറയുന്നുണ്ട്, സൂറ 6:14. ആദ്യ മുസ്ലിം അബ്രഹാം ആണെന്നും പറയുന്നുണ്ട്, 6:161. ഇതിന് ആരാണ്ട് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കേട്ടോ. അതായത് വേൾഡ് കപ്പ് ഒളിമ്പിക്സിൽ 100 മീറ്ററിന് ഫസ്റ്റ് അടിച്ച എത്ര പേരുണ്ട്? അതിന് ഉത്തരം, എത്ര ഒളിമ്പിക്സ് ഉണ്ടായിരുന്നോ അത്രയും ഒളിമ്പിക്സിൽ 100 മീറ്ററിന് ജയിച്ച ഓരോരുത്തരുണ്ട് ഗോൾഡ് മെഡലിസ്റ്റ്. അതുപോലാണോ ഇത്? ഒരേ ജാതിയിലെ ആദ്യത്തെ മെമ്പർ ആരാ? ഒരേ മതത്തിലെ ആദ്യത്തെ മെമ്പർ ആരാണെന്നാ ചോദ്യം, അല്ലെ? അതുപോലെ ആദാമിനെ നമസ്കരിക്കാൻ ദൂതനോട് അള്ളാഹ് കൽപ്പിച്ചു. സൂറ 2:34, 7:11, 38:72, 41:37. സൃഷ്ടിയെ ആരാധിക്കരുതെന്നും ഖുർആൻ പറയുന്നുണ്ട്. സൂറ 41:37. ആദാമിനെ നമസ്കരിക്കാൻ അള്ളാഹ് പറഞ്ഞ ഏതായാലും ശരിയാകില്ലാകുമോ? ഒരു മനുഷ്യനെ നമസ്കരിക്കാൻ ദൂതനോട് പറയാം, അതെങ്ങനെയാ പറ്റുന്നേ? അതുപോലെ ഖുർആൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഇറക്കി കൊടുത്ത, അല്ല നിലാവൊക്കെ ഉണ്ടായിരുന്ന ഒരു രാത്രിയിൽ ഒറ്റ ബുക്കായിട്ട് കൊടുത്താന്നാ പറയുന്നത്. 44:3, 39:23. അതേ സമയത്ത് തന്നെ വരുന്നുണ്ട് ഖുർആൻ പടിപടിയായിട്ടാ കൊടുത്ത്, ഘട്ടം ഘട്ടമായിട്ടാ. സൂറ 76:23. അതുപോലെ ലോക സൃഷ്ടിയെ കുറിച്ച് 8 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു, 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. സൂറ 41:9-12 വരെ, 25:59. ഭൂമി ആദ്യം ഉണ്ടാക്കി ഒരിടത്ത് പറയുന്നു, സൂറ 29:29. അതുപോലെ 41:9-11 വരെ. ആകാശം ആദ്യം ഉണ്ടാക്കി വേറെടുത്ത് പറയുന്നു, സൂറ 79:27-31 വരെ ഉള്ള ഭാഗങ്ങൾ. അതുപോലെ ഖുർആൻ അയച്ചു നൽകിയെന്ന ഖുർആന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഖുർആൻ അയച്ചു തന്നതാണെന്ന് ഇടയ്ക്ക് തന്നെ പറയാം. അതെങ്ങനെ പറയുന്നത്? ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് തീരുന്ന അരമണിക്കൂർ കഴിഞ്ഞാന്ന് വെച്ചോ, എനിക്കിപ്പം പറയാൻ പറ്റും ഞാൻ സംസാരം കഴിഞ്ഞെന്ന്. ഖുർആൻ അയച്ചു നൽകി കഴിഞ്ഞു എന്ന് ഖുർആന്റെ പകുതിക്ക് തന്നെ പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു സ്ത്രീയോട് ഫാസ്റ്റ് ചെയ്യാൻ പറയുന്ന പോലെ 2 കണ്ടീഷൻ അവരോട് പറയുന്നത്. നീ ഈന്തപ്പനപ്പഴം തിന്നോണം, എന്നിട്ട് വരുന്നവരോട് പറയണം ഞാൻ ഫാസ്റ്റ് ചെയ്യുകയുമാണ്, പിന്നെ ഞാൻ മിണ്ടാവ്രതത്തിലുമാണ്. അങ്ങനെ പറ്റുമോ? ഖുർആനിൽ തന്നെ ഉള്ളതാ. ഞാൻ ഫാസ്റ്റ് ചെയ്യുകയുമാണ്, മിണ്ടാവ്രതത്തിലുമാണ്. മിണ്ടാവ്രതത്തിലാന്ന് പറയുക, അല്ലെ? അതുപോലുള്ള ഒരു ഇതാണ്. ഒരു പുസ്തകത്തിന്റെ ഇടയ്ക്ക് തന്നെ പറയുകയാണ് ഇത് നൽകി കഴിഞ്ഞെന്ന്, ഖുർആൻ നൽകി കഴിഞ്ഞെന്ന്. അതുപോലെ മലക്കുകൾക്ക് സ്വർഗത്തിൽ പോയി വരാൻ 50,000 വർഷം വേണം. ദൂതന്മാർക്ക് സ്വർഗത്തിൽ പോയി തിരിച്ചു പറഞ്ഞാൽ 50,000. സൂറ 70:4. അങ്ങനെയാണ് ഈ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ഈ മലക്ക് പല പ്രാവശ്യം എങ്ങനെ വന്നു പറ്റി? ആകെ പുള്ളി 10-20 വർഷമല്ലേ ദർശനം കിട്ടിയുള്ളൂ, അല്ലെ? ബുക്ക് കിട്ടിയുള്ളൂ. ഇതിനിടയ്ക്ക് ഈ മലക്ക് എങ്ങനെ ഇങ്ങനെ പോയി തിരിച്ചു വരാനായിട്ട് ഇടയായി? ഖുർആൻ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരാൻ എങ്ങനെ പറ്റി? അതുപോലെ തന്നെ അല്ലാഹുവും ദൂതന്മാരും മുഹമ്മദിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നൊക്കെ വലിയ കുഴപ്പമാണെന്ന് പറയുന്നുണ്ട്. അല്ലാഹു പോലും മുഹമ്മദിനു വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ പ്രാർത്ഥന എന്നുള്ള വാക്ക് തന്നെ അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞുള്ള ഇന്റർപ്രിട്ടേഷൻ ഒക്കെ പറയും. അത് കൂട്ടാക്കണ്ട, അത് അനുഗ്രഹമൊന്നുമല്ല, അത് പ്രാർത്ഥന തന്നെയാണ്. അല്ലാഹുവും അതുപോലെ ദൂതന്മാരും മുഹമ്മദിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു വെല്ലുവിളി, ഇതുപോലൊരു അധ്യായം ഉണ്ടാക്കാൻ സാധിക്കും. അത് അധ്യായത്തിലല്ല തുടങ്ങിയത്, ആയത്തിലായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. ആയം കഴിഞ്ഞ് കുറെ ആയത്തുകളായി, ആയത്തുകൾ കഴിഞ്ഞ് അധ്യായമായി. ഇത് ട്രൂ ഫർഖാൻ എന്ന് പറയുന്ന ബുക്കാ. എനിക്ക് വായിച്ചിട്ട് ഇംഗ്ലീഷിൽ ഖുറാനേക്കാളും വളരെ മെച്ചമാണ്. പല പണ്ഡിതന്മാരും പറയുന്നത് ഇതിന്റെ അറബിക്കും ഖുറാനേക്കാളും വളരെ മെച്ചമാണെന്ന്. 77 സുറകളുണ്ട് ഇതിനകത്ത്. മാത്രമല്ല ഇത് പുറപ്പെടുവിച്ചപ്പോൾ മുസ്ലിം ലോകം ഇളകി മറിഞ്ഞു. പല രാജ്യങ്ങളിലും ഇത് നിരോധിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവരത് ഇളകി മറിയാൻ ഇടയായത്? ഖുറാന് ഒരു വെല്ലുവിളി വരും എന്നുള്ള പേടി കൊണ്ടല്ലേ? ഇനി സ്ത്രീകളുടെ അവസ്ഥ, ഇസ്ലാമിൽ സ്ത്രീകളുടെ അവസ്ഥ. ഭാര്യമാര് കൃഷിയിടം പോലെ, സൂറ 2:223. എപ്പോഴും വേണേലും ചെന്ന് ഉഴുതുക, അല്ലെ, ഫലം പറിച്ചുകൊണ്ട് വരിക. അതുപോലെ ഭാര്യ കൃഷിയിടം പോലെ. ഒരു പുരുഷ സാക്ഷിക്ക് പകരം 2 സ്ത്രീ സാക്ഷി വേണം. ഒരു പുരുഷൻ സമം 2 സ്ത്രീ. പുരുഷന്മാർക്ക് വസ്തുവിൽ കൂടുതൽ പങ്കുണ്ട്, 2 പങ്കുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ 1 പങ്കേ ഉള്ളൂ. അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൽ ഒരവകാശവുമില്ല. പുരുഷൻ എന്തോ വേണേ ചെയ്യാം. അത് വേറൊരു അടിമയുടെ ഭാര്യയാണെങ്കിലും എന്തോ വേണേ ചെയ്യാം യജമാന്. സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൽ ഒരടിമ. പുരുഷന്മാർക്ക് എത്ര സ്ത്രീയെ വേണമെങ്കിലും പുലർത്താം, പക്ഷെ സ്ത്രീക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ. പുരുഷന്മാർക്ക് എത്ര സ്ത്രീ വേണേ പറ്റും, പക്ഷെ സ്ത്രീകൾക്ക് ഒരു ആളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ വിവാഹമോചനത്തിൽ പുരുഷന് കൂടുതൽ അധികാരമുണ്ട്. സൂറ 2:228. നേരത്തെയൊക്കെ പറഞ്ഞതിന് സൂറയുണ്ടോ, ഞാൻ പറയാതെ പോയതാണ്. അതുപോലെ പെൺകുട്ടി ഉണ്ടായാൽ അതൊരു നാണക്കേടിന് കാരണമാണ്. സൂറ 16:58-39. ഒരു പെങ്കൊച്ചുണ്ടായി പോയാൽ പിന്നെ തലേ തുണിയിട്ടോണ്ടേ നടക്കാൻ പറ്റുള്ളൂ. ഒരു സംസ്കൃത ലോകത്തിൽ ഇത് പറയാൻ കൊള്ളാമോ? വിവാഹമോചനത്തിന് ശേഷം വീണ്ടും സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടായിരിക്കണം. സൂറ 16:58-59. യുദ്ധത്തിനിടയ്ക്ക്
ഭടന്മാർക്ക് സ്ത്രീകളെ പ്രയോഗിക്കാൻ അനുവാദമുണ്ട്. യുദ്ധത്തിന് പോകുന്ന സ്ഥലത്ത് കണ്ണി കണ്ടോരെയൊക്കെ പിടിച്ച് ഭോഗിക്കാനുള്ള പ്രത്യേക അനുവാദം കൊടുത്തിട്ടുണ്ട്. മുസ്ലിം 705 അത് പറയുന്നത്. യുദ്ധത്തടവുകാരെ വിവാഹം കഴിക്കാം. യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വരുന്നവരെ ഇഷ്ടം പോലെ വിവാഹം കഴിക്കാം. അയ്യോ, ഈ സ്ത്രീകളുടെ കാര്യം എത്ര കഷ്ടമാണ്. വെറും അടിമകളെ പോലെ തലയൊക്കെ മൂടി വീട്ടില് ബന്ധനത്തിൽ കഴിയുന്ന ഇവരുടെ കാര്യത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇനിയും ഖുറാന്റെ സ്വാധീനത്തെക്കുറിച്ചൂടെ പറയണം. ഖുറാൻ ഭീകരപ്രവർത്തനം ഉണ്ടാകാനായിട്ട് വലിയൊരാൾ വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ നിരാകരിച്ചാലും അല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും മോശക്കാരാന്ന് ഞാൻ പറയത്തില്ല, അല്ല. കാരണം എന്നെക്കാളും നല്ലവരായിട്ടുള്ള അനേകം മുസ്ലിങ്ങളെ എനിക്കറിയാം. ഞാൻ അനേകരുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പലയിടത്തും പോയി ആഹാരം കഴിച്ചിട്ടുണ്ട്. വളരെ സ്നേഹമുള്ളവരാണ്. എന്നാൽ ഖുറാനിലെ ചില പഠിപ്പിക്കലുകള് ചിലരെ ഭീകരവാദികളാക്കുന്നു. ഇത് നമുക്ക് അല്ലെന്ന് പറയാനായിട്ട് സാധിക്കുമോ? അതായത് ഖുറാൻ പല സ്ഥലങ്ങളിലും ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു. സൂറ 40:101, 3:140, 3:195, 4:95, 9:5, 9:29, 2:216, 8:39. ഇത് ഈ യാഥാർത്ഥ്യത്തിന്റെ കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയും എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്ത് രക്ഷപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇതൊരു വസ്തുതയാണ്. നിങ്ങൾ വീട്ടിൽ പോയി സുറകൾ വായിക്കുക. ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഒരു മറ്റു വിശ്വാസിയെ കൊല്ലണം, ഒരു മറ്റു വിശ്വാസിയെ കണ്ടാൽ കൊന്നുകളയണം. അയ്യോ, സ്വർഗത്തിൽ പോലും വാളിന്റെ കീഴിലാണ്. സ്വർഗത്തില് എന്ന് പറഞ്ഞാൽ ഈ അനേകരെ കൊന്ന് കൊലവിളിച്ച അങ്ങനെയുള്ളവർ അവിടെ വരുന്നത്. സ്വർഗം പോലും വാളിന് ബുഖാരി 4:22 പറയുന്നതാണ്. എന്നാൽ ഇതേ ഖുറാനിൽ തന്നെ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമേ പ്രസംഗിക്കുന്നവർ പറയുള്ളൂ. ജിഹാദ് ഖുറാൻ അനുസരിച്ചുള്ള അല്ല. ഖുറാൻ അത് നിരുത്സാഹപ്പെടുത്തുന്നു. ശരിയാ, സൂറ 5:28 അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതൊരു കോൺട്രഡിക്ഷനാണ്. 5-8 ജിഹാദ് നടത്തണം, അവിശ്വാസിയെ കണ്ടാൽ കൊല്ലണം, നിന്നോട് എതിർക്കുന്നവനെ തകർത്ത് കളയണം, യുദ്ധത്തിന് പോകണം, നീ വീരമൃത്യു വരിച്ചാൽ നീ സ്വർഗത്തിൽ നേരെയാകുമ്പോൾ നിന്റെ പാപങ്ങൾ ബാക്കിയൊന്നും അള്ളാഹു കണക്കാക്കിയെന്നൊക്കെ പറയുന്ന ഈ ഗ്രന്ഥത്തില് ഒരിടത്ത് പറഞ്ഞെന്നും പറഞ്ഞ അല്ലല്ല, ഖുറാൻ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾ ശാന്തതയും സൗമ്യതയുമാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ ഇടയിൽ ചിലർ വഴിതെറ്റിപ്പോകാൻ ഈ ഗ്രന്ഥമല്ലേ കാരണം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്തേ ഭീകരവാദം എല്ലായിടത്തും ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട നമ്മുടെ ആൾക്കാർ പോകാനായിട്ട് ഇടയാകും. ഈ ഗ്രന്ഥത്തിന്റെ സ്വാധീനമല്ലേ. അതുപോലെ മതമൗലികവാദം സൂറ 4:89, 4:101, 4:95 ഇതൊക്കെ മതമൗലികവാദത്തെ ശക്തിപ്പെടുത്തുന്ന സുറകളാണ്. മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് നബി മറ്റു മതങ്ങളുടെ പ്രമാണങ്ങളും അനുസരിക്കാൻ അനുവദിച്ചു. അതെങ്ങനെ അനുവദിക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതാണ് ശരിയെങ്കിൽ വേറെ അനുസരിക്കാനായിട്ട് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ഒഴിച്ച് വേറൊരു ഗ്രന്ഥം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചോന്ന് ഒരാളോട് പറയാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ അവരെ ഞാൻ ബലമായിട്ടൊന്നും ചെയ്യാൻ പോകത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ സാധിക്കത്തില്ല. കാരണം ഇതാണ് ശരിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ വേറൊരു റിലീജിയനിൽപ്പെട്ട അവരുടെ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാൻ എങ്ങനെ അനുവദിക്കുന്നത്? പറ്റത്തില്ല. എന്നാൽ ഈ സുറകളിലൊക്കെ മതമൗലികവാദത്തെക്കാൾ മതം മാറിയ കൊന്നുകളയാണ്. ബുഖാരി 9:271. ഒരുത്തന് ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, മതം മാറിപ്പോയി, അവനെ കൊന്നുകളയണമെന്നാ പറയുന്നത്. എത്ര ക്രൂരമാണ്. ഓരോരുത്തർക്കും ഒരു സ്വാതന്ത്ര്യമില്ലേ വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ അവരവർക്കുള്ളത്. അതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്നാ പറഞ്ഞു. എന്താ മരണാനന്തര ജീവിതം? മുഹമ്മദ് നബി പോലും നരകത്തിൽ പോയേച്ചാ സ്വർഗത്തിൽ പാപ്പു. എന്താശയമുള്ള മരണാനന്തര ജീവിതത്തില് കുറെ ആശകൾ പറയുന്നുണ്ട് അല്ലെ ഖുറാനിലെ സ്വർഗത്തെക്കുറിച്ച്. അവിടെ കള്ള് കടല അല്ലെ, മദ്യക്കടലുകളാ. അവിടെ മധുരാക്ഷികളുണ്ട്. ഇഷ്ടം പോലെ കന്യമാരെ വിവാഹം ചെയ്തു തരും സ്വർഗത്തിലെ. എന്റെ ആശയം അതാണോ വേണ്ടത്? അതൊരു ഭൗതിക സുഖത്തിന്റെ സ്ഥലമാണോ? ഒരു വ്യഭിചാരശാല പോലാണോ സ്വർഗം? അവിടെ അതിലും കഷ്ടം ആങ്കൊച്ചുങ്ങളും ഉണ്ടെന്നാ പറയുന്നു. ഹോമിയോയ്ക്ക് വേണ്ടി. അയ്യോ, ഇങ്ങനെയൊക്കെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെക്കാനായിട്ട് സാധിക്കുമോ? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ്. ഇവിടെ കള്ളു കുടിക്കാൻ പാടില്ല, അവിടെ ചെന്ന കള്ളുകടൽ തന്നെയുണ്ട്, അതിനകത്ത് നീന്തി കുടിക്കാം. അപ്പൊ ഇനി അതിന് എക്സ്പ്ലനേഷൻ വരും. ആ കള്ളെന്ന് പറയുന്നത് വലിയ വീര്യമൊന്നും ഉള്ളതല്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ വരും. അത് ഒരു ഇൻസെന്റീവായിട്ട് പറഞ്ഞേക്കുന്ന, അല്ലെ പിന്നെ വെള്ളം പോരായിരുന്നു, പച്ചവെള്ളം പോരായിരുന്നു കടലിൽ. ഒരു ഇൻസെന്റീവായിട്ട് പറഞ്ഞേക്കുന്നതുകൊണ്ട് അത് ശരിക്കുള്ള മദ്യം തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതുപോലെ ഖുറാൻ ശുദ്ധ അറബിക്കിലാന്ന് പറയുന്നുണ്ട് എഴുതിയേക്കുന്നത്. എന്നാൽ മറ്റു ഭാഷകളിലുള്ള അനേക വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. അറബിക് വാക്കുള്ളിടത്ത് പോലും, അറബിക് വാക്ക് ഉണ്ടായിരുന്നിട്ട് പോലും മറ്റു വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുറാൻ മനസ്സിലാക്കാനും എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. ഖുറാൻ മനസ്സിലാക്കാൻ ആർക്കും പറ്റും, ഏത് പൊട്ടനും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 44, 58, 53, 17. എന്നാൽ പല സുറകളും ആരംഭിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില അക്ഷരങ്ങളുണ്ട് അല്ലെ, ഷബീഹത്ത് അല്ലെ, അതിന്റെ അർത്ഥം ആർക്കും അറിയത്തില്ല, അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. മാത്രമല്ല വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെന്തിനാ എഴുതിയേ? പിന്നെന്തിനാ ഇത് എഴുതിയത്?
അള്ളാഹുവിന് മാത്രം അറിയാവുന്ന പ്രമാണങ്ങൾ ഇങ്ങോട്ട് എഴുതി തന്നത് എന്താ? സൂറ 3:7 ചില ഭാഗങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഭാഷാപ്രയോഗത്തിലെ കൃത്യതയെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കും മനസ്സിലാകാത്ത കൃത്യമായ ഭാഷ, അല്ലെങ്കിൽ എല്ലാത്തിനും ആദ്യം ആർക്കും മനസ്സിലാകാത്ത എഴുതുന്ന കൃത്യമായ ഭാഷാ ശൈലികൾ. അതുപോലെ ഇതിനെക്കുറിച്ച് ഒരു പ്രയോഗം 3:50 കാണുന്നത് പഴയ നിയമം നിഷേധിച്ചതൊക്കെ അനുവദിക്കാനാ ക്രിസ്തു വന്നെന്ന. പഴയ നിയമത്തിൽ അനുസരിക്കാൻ പറ്റാത്ത നിരോധിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ കൊടുക്കാൻ യേശു ക്രിസ്തു വന്നെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മുഹമ്മദ് നിത്യമായിട്ട് കാണിക്കുന്ന ഒരു അനുസരണക്കേടുണ്ട്. ഇക്ര അദ്ദേഹത്തോട് 96:1 ആദ്യമേ അള്ളാഹു പറഞ്ഞത് വായിക്കാനാണ്. അദ്ദേഹം ഇന്നുവരെ അനുസരിച്ചില്ല. അദ്ദേഹം ഒരു എവിടെയെങ്കിലും പോയി അക്ഷരം പഠിക്കാമായിരുന്നു. മാത്രമല്ല ബുഖാരി പറയുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന, അദ്ദേഹം ഭാഷാ നിപുണനായിരുന്നെന്നാണ്. അദ്ദേഹത്തിന് മറ്റു ഭാഷകളും അറിയാവുന്നതാണ്. അതുപോലെ ഖുർആൻ അനുസരിച്ച് അത്ഭുതങ്ങളേ ഇല്ല. സൂറ 13:7, 17, 90, 93. എന്നാൽ വേറെ ചില ഭാഗങ്ങളിലെ അത്ഭുതങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഹദീസുകളിൽ ധാരാളമുണ്ട്. ബുഖാരി 4:779 വിരലിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു പ്രവാചകൻ. അതുപോലെ മദീനയില് മഴ പെയ്യിച്ചു പ്രവാചകൻ. അങ്ങനെ ഖുർആനില് പ്രവാചകൻ അത്ഭുതം ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും അനേക അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ പുസ്തകം വളരെ പ്രത്യേകതയുള്ള ഒരു പുസ്തകമാണ്. ഞാൻ ഇത് പറഞ്ഞത് നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാനല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തോട് ഇത്രയും തുറന്നു പറയാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമല്ല. പക്ഷെങ്കിൽ ഇങ്ങനെ വന്ന് നിർബന്ധിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങ് വരുന്നതാണ്. ഞങ്ങൾക്ക് സുവിശേഷം പറയണമെങ്കിൽ ബൈബിളിന്റെ ശക്തിയെക്കുറിച്ച് പറയുക മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. എന്നാൽ ഇത്രയും നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇത്രയും പറയാനായിട്ട് ഇടയായത്. അതിനകത്ത് നിങ്ങൾ പ്രത്യേകം ബുദ്ധിമുട്ട് തോന്നരുത് എന്ന് അപേക്ഷിക്കുന്നു. വളരെ ശാന്തമായിട്ടിരുന്ന് ശ്രദ്ധിച്ചതിന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. നിഷിന്റെ പ്രവർത്തകരുടെ അച്ചടക്കം അനുകരണീയമാണ് എന്ന് പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ദൈവം സഹായിക്കട്ടെ. ഈ പ്രഭാഷണത്തോട് പ്രതികരിക്കാൻ ഇസ്ലാമിക വിഭാഗത്തിലെ വക്താവിനെ ക്ഷണിക്കുന്നു.